അപ്പൊ നമുക്ക് നോക്കാം ഈ കൺട്രോൾ വാൽവ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കിയേ, കൺട്രോൾ വാൽവ് എന്ന് പറഞ്ഞാൽ അയാൾ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് കൺട്രോൾ ദി ഫ്ലോ അല്ലെ, ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്ലോ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ചാർജ് അല്ലെ. 1 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറയുന്ന ഒരു ഡിസ്ചാർജ് ആണ്. 2 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറയുന്ന ഡിസ്ചാർജ് ആണ് അല്ലെ. ഒന്നിനെ 2 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആക്കാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? ഫ്ലോ കൂട്ടി, ഡിസ്ചാർജ് കൂട്ടി. 2നെ 1 ആക്കാന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോയെ നമ്മളവിടെ കുറച്ചു അല്ലെ, ഡിസ്ചാർജ് കുറച്ചു എന്നുള്ള മീനിങ് ആണ്. അപ്പോ കൺട്രോൾ ദി ഫ്ലോ ഒരു ഫംഗ്ഷൻ ആണ് കൺട്രോൾ വാൽവിന്റെ. ഇനി പ്രഷർ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ എന്താ പറയുന്ന പ്രഷർ റിലീഫ് വാൽവുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? പ്രഷറിനെ കൺട്രോൾ ചെയ്യാം. എത്ര വരെ മാക്സിമം പ്രഷർ ലൈനിൽ നിൽക്കാം, അതിനുശേഷം എന്ത് ചെയ്യണം? അതിനെ റിലീസ് ചെയ്യണം. അതാണ് പ്രഷർ കൺട്രോൾ വാൽവുകൾ. ദെൻ ടെമ്പറേച്ചർ, നിങ്ങൾ തെർമോസ്റ്റാറ്റ് വാൽവ് ഇവിടെ പഠിക്കാനല്ലോ കേട്ടോ. തെർമോസ്റ്റാറ്റ് വാൽവ് ഒന്നും ഇല്ല, എക്സാമ്പിൾ ഞാൻ പറയുന്നതേ ഉള്ളൂ. തെർമോസ്റ്റാറ്റ് വാൽവുകൾ അതായത് ടെമ്പറേച്ചറിന്റെ അടിസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്ന വാൽവുകളൊക്കെ ഉണ്ട്. ദെൻ ആൻഡ് ലിക്വിഡ് ലെവല് അല്ലെ, ലിക്വിഡ് ലെവൽ ഒരു നീഡില് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ബാത്റൂമിലുള്ള ഫ്ലഷ് ടാങ്ക് ഇല്ലേ, ഫ്ലഷ് ടാങ്ക്, അതിലെന്താണ്? ഒരു ഫ്ലോട്ടും ഒരു നീഡിലും ഉള്ള ആളൊക്കെ എന്ത് ഉണ്ടാവും അല്ലെ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു ചേമ്പറിനകത്ത് ഫ്ലഷ് ടാങ്കിനകത്ത് ലിക്വിഡ് ലെവലിനെ നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ്? വാൽവുകളാണ് അല്ലെ. ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത് ഒരു വാൽവാണ്, പ്രഷർ കൺട്രോൾ ചെയ്യുന്ന വാൽവാണ്, ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ആള് വാൽവാണ്, ലിക്വിഡ് ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അല്ലെങ്കിൽ മാറ്റുന്നതും എന്ത് തന്നെയാണ്? വാൽവുകൾ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് കൺട്രോൾ വാൽവ്, പ്രഷർ വാൽവ്, ദെൻ ഒരു ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്, ഫ്ലോ കൺട്രോൾ വാൽവ്. കൺട്രോൾ വാൽവ് തന്നെ 2 ടൈപ്പ് പഠിക്കും. ഒന്ന് ഫ്ലോ കൺട്രോൾ വാൽവ്, അതുപോലെ തന്നെ ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഏത് വാൽവ് എടുത്തു കഴിഞ്ഞാലും എല്ലാത്തിലും കോമൺ ആയിട്ട് 3 ആൾക്കാരുണ്ടാവും. ശ്രദ്ധിക്കാട്ടോ, ഏത് കൺട്രോൾ വാൽവ് എടുത്തു കഴിഞ്ഞാലും അവിടെ കോമൺ ആയിട്ട് 3 ആൾക്കാരുണ്ടാവും. ഒന്നാണ് വാൽവ് ആക്ച്വേറ്റർ, വാൽവ് ആക്ച്വേറ്റർ. 2ആണ് വാൽവ് പൊസിഷണർ. 3ആണ് വാൽവ് ബോഡി. അതായത് വാൽവ് ആക്ച്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഏതെങ്കിലും ഒരു കമ്പോണന്റിനെ മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു മോഷൻ കൊടുക്കുന്ന ആളെയാണ് നമ്മൾ വാൽവ് ആക്ച്വേറ്റർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു വാൽവ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വാൽവ് സ്റ്റെം ഇങ്ങനെ വിചാരിക്കുക, ദെൻ താഴെ ഒരു വാൽവ് ഇങ്ങനെ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക, ഒരു പ്ലഗ്, വാൽവ് പ്ലഗ് എന്നൊക്കെയാണ് പറയാം. അപ്പോ ഇതിലെ ഒരു ഫ്ലോ നടക്കുന്നുണ്ട്, ഇതിലെങ്ങനെ ഒരു ഫ്ലോ നടക്കുന്നുണ്ട്, സിമ്പിൾ ആയിട്ട് ഞാൻ വരക്കുന്നതാണോ? നടക്കുന്നുണ്ടെന്ന് വിചാരിക്കും, ഒരു ഫ്ലോ ഇങ്ങനെ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന വാൽവിനെ എനിക്ക് ആക്ച്വേറ്റ് ചെയ്യാം. ആക്ച്വേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇയാൾ എനിക്ക് താഴേക്കും മുകളിലേക്കും കൊണ്ടുപോയിട്ട് ഈ ഓപ്പണിങ്ങിൽ എനിക്ക് വ്യത്യാസങ്ങൾ വരുത്താം അല്ലെ. ഈ ഓപ്പണിങ്ങിൽ വ്യത്യാസം വരുത്തിയാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ഈ ഭാഗത്തു നിന്നും ഈ ഭാഗത്തേക്ക് പോകുന്ന ഫ്ലോയിൽ വ്യത്യാസം വരും. ഫ്ലോ നമ്മൾ കൺട്രോൾ ചെയ്യും അല്ലെ. അപ്പോ അങ്ങനെ നമ്മൾ ഈ പറയുന്ന വാൽവിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ നമ്മളവിടെ കൊടുക്കുന്നുണ്ടാവും. അതാണ് എന്ത്? വാൽവ് ആക്ച്വേറ്റർ. അത് എന്ത് വെച്ചിട്ടാണോ കൊടുക്കുന്നത് അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വാൽവ് ആക്ച്വേറ്റർ എന്ന് നമ്മൾ പറയുന്നത്. അത് വേണമെങ്കിൽ കൈവച്ച് ചെയ്യാം, മാനുവലി. പഠിക്കൂട്ടോ, പുറകെ ഉണ്ടാവും. മാനുവലി, ഒരു കൈ വെച്ച് ചെയ്താൽ മാനുവലി. ഒരു ക്യാം പോലുള്ള ആൾക്കാർ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ മെക്കാനിക്കലി ആക്ച്വേറ്റഡ് എന്ന് പറയും. ഇനി ഒരു ഫ്ലൂയിഡിന്റെ സഹായത്തോട് ചെയ്തു കഴിഞ്ഞാൽ ഹൈഡ്രോളിക്കലി, ഇലക്ട്രിക്കൽ എനർജിയുടെ സഹായത്തോട് ചെയ്തു കഴിഞ്ഞാൽ സോളിനോയിഡ് വാൽവ് എന്നൊക്കെ പറഞ്ഞിട്ട് പുറകെ വരും. അപ്പൊ അതാണ് ആക്ച്വേറ്റർ എന്നുള്ള ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. വാൽവിന് ഒരു മൂവ്മെന്റ് കൊടുക്കണം അല്ലെ. അയാൾക്ക് മൂവ്മെന്റ് കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഈ പറയുന്ന എന്താണോ കൺട്രോൾ ചെയ്യേണ്ടത് അയാളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ മൂവ്മെന്റ് കൊടുക്കാനായിട്ട് എന്താണോ സഹായിക്കുന്നത് അയാളെ വിളിക്കുന്ന പേരാണെന്ത്? വാൽവ് ആക്ച്വേറ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വാൽവ് പൊസിഷണർ. എന്താണ് ഈ വാൽവ് പൊസിഷണർ എന്ന് പറഞ്ഞാൽ? കൺട്രോൾ ദി ആക്ച്വേറ്റർ ടു പൊസിഷൻ ദ വാൽവ് പ്ലഗ്. പ്ലഗ് എന്ന് പറഞ്ഞ ഇയാളാണ്. ഈ പ്ലഗ് എന്താണ്? അകത്തേക്ക് കയറി നിൽക്കുക, പുറത്തേക്ക് ഇറങ്ങി നിൽക്കുക എന്നൊക്കെ പറയുമ്പോഴാണത് ഈ ഫ്ലോ എന്ന് പറയുന്ന ആളൊക്കെ അവിടെ കൺട്രോൾ ചെയ്യപ്പെടുന്നത്. അപ്പൊ അയാളെ പൊസിഷൻ ചെയ്യാനായിട്ട് ഒരാളുണ്ടാവും. അതിന് നമ്മൾ എന്ത് പറയുന്നത്? വാൽവ് പൊസിഷണർ. അയാൾ ഏത് പൊസിഷനിൽ നിൽക്കണം? മുഴുവനായിട്ട് അടഞ്ഞു നിൽക്കണോ, മുഴുവനായിട്ട് ഓപ്പൺ ആയിട്ട് നിൽക്കണോ, അല്ലെ പാർഷ്യലി ക്ലോസ്ഡ് ആവണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ്? വാൽവ് പൊസിഷണർ എന്ന് പറയുന്ന ആളാണ്. ദെൻ വാൽവ് ബോഡി. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതിന്റെ ഒരു ബോഡി ഉണ്ടാവും, ഒരു കവറിങ് എന്തുണ്ടാവും? എല്ലാ വാൽവിനും ഒരു കവറിങ് ഉണ്ടാവും. ആ കവറിങ്ങിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാൽവ് ബോഡി എന്ന് പറയുന്നത്. അതിന്റെ അകത്തുകൂടിയാണ് ഈ പറയുന്ന ഫ്ലൂയിഡ് പാസ് ചെയ്ത് പോകുന്നത്. ഫ്ലൂയിഡ് പാസ് ത്രൂ ദിസ് വാൽവ് ബോഡി. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് കൺട്രോൾ വാൽവ്. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ 2 പേരെ മാത്രമേ പറയുന്നുള്ളൂ. കാരണം 4 പേരുണ്ടെങ്കിലും 4 പേരെ മുഴുവനായിട്ട് പറയുമ്പോൾ അതിൽ ഈ ഫ്ലോ കൺട്രോൾ വാൽവിലൊക്കെ വീണ്ടും ഒരുപാട് ക്ലാസിഫിക്കേഷൻ കയറി വരും. ഗേറ്റ് വാൽവ്, ബട്ടർഫ്ലൈ വാൽവ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ക്ലാസിഫിക്കേഷൻ കയറി വരും. അപ്പൊ ക്ലാസ് കുറച്ച് നീണ്ടുപോകും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? തിയറിയുമാണല്ലോ, ബോറടിക്കും.
എന്ത് ചെയ്യണേ, ആദ്യത്തെ രണ്ടുപേരാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള രണ്ടുപേര്. ബാക്കി രണ്ടുപേരെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഫസ്റ്റ് വൺ ആണ് നോൺ റിട്ടേൺ വാൽവ്. രണ്ടാമത്തെ ആളാണ് പ്രഷർ കൺട്രോൾ വാൽവ്. മൂന്നാമത്തെ ആളാണ് ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്. ദെൻ നാലാമത്തെ ആളാണ് ഫ്ലോ കൺട്രോൾ വാൽവ്. നിങ്ങളുടെ സിലബസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയല്ല കേട്ടോ ഇതിന്റെ ഓർഡർ. ഫസ്റ്റ് പറയുന്നത് ഡയറക്ഷണൽ കൺട്രോൾ വാൽവുകളൊക്കെ പറ്റിയായിരിക്കും. ദെൻ ഫ്ലോ കൺട്രോൾ വാൽവ് ഒക്കെ പിന്നെ പുറകെ, നോൺ റിട്ടേൺ വാൽവ് ഒക്കെ ലാസ്റ്റാ വരുന്നത്. അപ്പൊ സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തതാണ്, നോൺ റിട്ടേൺ വാൽവിനെയൊക്കെ ആദ്യം കൊണ്ടുവന്ന് കയറ്റിയതാണ്. അല്ലെങ്കിൽ ഈ ഡയറക്ഷണൽ കൺട്രോൾ വാൽവും ഫ്ലോ കൺട്രോൾ വാൽവും ഒക്കെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട സാധനമാണ്. ക്വസ്റ്റ്യൻ വരുവാണെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തീർക്കാവുന്ന ആൾക്കാർ രണ്ടുപേരെ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയേ ഉള്ളൂ, ബോറടിക്കാതിരിക്കാൻ. അപ്പൊ അതില് ഫസ്റ്റ് വൺ ആണ് നോൺ റിട്ടേൺ വാൽവ്. ശ്രദ്ധിക്കാട്ടോ, ഇവരെന്തൊക്കെയാണ്? നോൺ റിട്ടേൺ വാൽവ്, പ്രഷറിനെ കൺട്രോൾ ചെയ്യാനുള്ള വാൽവ്, ഡയറക്ഷനെ കൺട്രോൾ ചെയ്യാനുള്ള വാൽവ്, ഫ്ലോയെ കൺട്രോൾ ചെയ്യാനുള്ള വാൽവ്. അപ്പൊ ഈ പ്രഷർ കൺട്രോൾ വാൽവിനെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് അത് ഒരുപാട് ടൈപ്പ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ സിലബസിൽ ഒറ്റൊരാളെ പറയുന്നുള്ളൂ. പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈപ്പ് ഉണ്ടെങ്കിലും നിങ്ങളുടെ സിലബസിൽ എടുത്തൊരു പേര് പറയുന്നുണ്ട്, പ്രഷർ റിലീഫ് വാൽവ്. പ്രഷർ റിലീഫ് വാൽവ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, അപ്പൊ ഈ പ്രഷർ റിലീഫ് വാൽവ് മാത്രമല്ലേ, വേറെ ആൾക്കാരൊക്കെ ഉണ്ടോ? ഉണ്ട്, വേറെ ഒരുപാട് ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പ്രഷറിനെ കൺട്രോൾ ചെയ്യാറുണ്ട്. റിലീസ് ചെയ്യുക എന്നുള്ളത് ഒരു പരിപാടിയാണ്. അതുപോലെ തന്നെ പ്രഷറിനെ പല രീതിയിലും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പ്രഷർ കൺട്രോൾ വാൽവ് എന്ന് പറയുമ്പോൾ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ സിലബസിൽ പ്രഷർ റിലീഫ് വാൽവ് എന്ന് പറയുന്ന ആളെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ പ്രഷർ കൺട്രോൾ വാൽവ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരെ മാത്രം പഠിക്കും? പ്രഷർ റിലീഫ് വാൽവിനെ മാത്രമാണ് നമ്മളിവിടെ നിലവിൽ പഠിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മളൊരു നോൺ റിട്ടേൺ വാൽവിനെ കുറിച്ച് പറയണം. നോൺ റിട്ടേൺ വാൽവ് അല്ലെ, ഈ നോൺ റിട്ടേൺ വാൽവിനെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞേ, നോൺ റിട്ടേൺ വാൽവിനെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്ന് പറയാമോ? നോൺ റിട്ടേൺ വാൽവിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഉണ്ടോ? നിങ്ങളൊക്കെ നല്ല താരാട്ട് കേട്ട് ഉറങ്ങിയിരിക്കണം. സാറ് കുറെ നേരം എന്തൊക്കെയോ പാട്ട് പോലെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് എന്നുള്ള ചിന്താഗതിയിലാണ്. നിങ്ങൾ റിപ്ലൈ ചെയ്യ്. നോൺ റിട്ടേൺ വാൽവ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞു. നിങ്ങളുടെ വീടിന്റെ ആ ഒരു കിണറ്റിലല്ലേ ആ ഒരു സക്ഷൻ പൈപ്പ് ഒക്കെ ഉണ്ട്. ആ സക്ഷൻ പൈപ്പിന്റെ ഏറ്റവും അറ്റത്തായിട്ട് കിണറിന്റെ അകത്തായിട്ട് മുങ്ങിക്കിടക്കുന്ന ഒരാളുണ്ട്. ഫുട്ട് വാൽവ് എന്നൊക്കെ പറയാം അല്ലെ. ചെറുപ്പത്തിൽ നമ്മൾ പുട്ട് വാൽവ് എന്നൊക്കെ പഠിച്ചിട്ട് വളർന്നപ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലായത്? പുട്ട് വാൽവ് അല്ല, ഫുട്ട് വാൽവ് ആണ് നമുക്ക് മനസ്സിലായല്ലേ. ഫുട്ട് FOOT, ഫുട്ട് വാൽവ് എന്നുള്ള ആളാണ് മനസ്സിലായത്. ഈ ഫുട്ട് വാൽവിന്റെ പ്രത്യേകത എന്താണ് അല്ലെ? ഈ നോൺ റിട്ടേൺ വാൽവ് ഒക്കെ പോട്ടെ, ഈ ഫുട്ട് വാൽവിന്റെ പ്രത്യേകത എന്താണ്? അതായത് അയാള് ഒരു ഡയറക്ഷനിലേക്ക് മാത്രം, ഒരു സിംഗിൾ ഡയറക്ഷനിലേക്ക് മാത്രമാണെന്ത് അയാൾ ഫ്ലോ സമ്മതിക്കുള്ളൂ. യൂണി ഡയറക്ഷണൽ വാൽവ് ആണെന്ത് ഫുട്ട് വാൽവ് എന്ന് പറഞ്ഞാൽ നമ്മൾ കിണറ്റിൽ കിടക്കുന്ന ആള്. അയാളുടെ പ്രത്യേകത എന്താണ്? നമ്മളെ മോട്ടർ അടിച്ച് പമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് കിണറ്റിൽ നിന്നും മുകളിലേക്ക് അല്ലെ, ഇതാണ് നമ്മളെ കിണർന്ന് വിചാരിക്കുക, ഇതാണ് കിണർന്ന് വിചാരിക്കുക അല്ലെ, ഇവിടെയാണ് നമ്മളെ ടാങ്ക് എന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ അകത്തേക്ക് നമ്മൾ സക്ഷൻ പൈപ്പ് ഒക്കെ ഇട്ടിട്ട് ഇവിടെ നമ്മളെ പറയുന്ന വാൽവ് എന്ന് പറയുന്ന ആൾക്ക് ഇവിടെ കിടപ്പുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? നമ്മൾ കിണറ്റിൽ നിന്ന് അടിച്ച് ഈ പറയുന്ന ആളെ പമ്പ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? ടാങ്കിലേക്ക് എത്തിക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ആ പമ്പിനെ ഓഫ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ അകത്ത് ലിക്വിഡ് കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ ലിക്വിഡിന്റെ വെയിറ്റ് കാരണം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ബൈ ഗ്രാവിറ്റി അയാൾ തിരിച്ച് കിണറ്റിലേക്ക് ഇറങ്ങിപ്പോണം, മുഴുവനായിട്ട് ഇറങ്ങിപ്പോണം. പക്ഷെ ഇറങ്ങി പോവാതെ സമ്മതിക്കാതെ എന്ത് ചെയ്യുന്നു? ഒരു വാൽവ് അവിടെ തടഞ്ഞു നിർത്തും. അതായത് നമ്മൾ ഈ പറയുന്ന ഒരു നോൺ റിട്ടേൺ വാൽവ് ആണ്. ഇതിന്റെ അകത്തൊരു വാൽവ് ഉണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ ഒരു സൈഡിലേക്ക് മാത്രം ഓപ്പൺ ആയി കൊടുക്കും. ദെൻ അയാൾ എന്ത് ചെയ്യും? റിട്ടേൺ വരുമ്പോ അവിടെ നിൽക്കും. ഇപ്പുറത്തെ സൈഡിലേക്ക് അയാൾ എന്ത് ചെയ്യില്ല? പോകില്ല. അതാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ റിട്ടേൺ വാൽവ് ഉണ്ട് നമ്മളവിടെ പറയുന്നത്. അപ്പൊ ഇയാളൊരു ഫ്ലോ കൺട്രോൾ വാൽവ് ആണോ? അല്ല. ഫ്ലോ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാട്ടോ. ഈ ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞാലേ ശ്രദ്ധിക്കുക, ഫ്ലോ കൺട്രോൾ എന്ന് പറഞ്ഞാല് ഡിസ്ചാർജിനെ കൺട്രോൾ ചെയ്യാന്ന് അർത്ഥം. അത് എപ്പോഴും മനസ്സിൽ വേണം കേട്ടോ. ഫ്ലോ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാല് ഡിസ്ചാർജിനെ കൺട്രോൾ ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഡൗട്ട് വരികയാണ്, ഞാൻ ഈ പറയുന്ന വാൽവ് എന്ന് പറയുന്നത് ഫ്ലോ കൺട്രോൾ വാൽവ് ആണോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് പോയാൽ മതി? നിങ്ങളോട് ചിന്തിച്ചാൽ മതി, ഡിസ്ചാർജിനെ കൺട്രോൾ ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നോക്കിയാൽ മതി. ഇവിടെ ഡിസ്ചാർജിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ ഈ വാൽവ്? ഇല്ല. എത്രയാണോ പമ്പ് ചെയ്തെടുക്കുന്നത്, അത് എത്ര മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണോ അത് തന്നെയാണോ എന്ത് ചെയ്യുന്നത്? പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിസ്ചാർജിനെ അവിടെ കൺട്രോൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മാറ്റുന്നില്ല, റെഗുലേറ്റ് ചെയ്യുന്നില്ല. ഇയാൾ എന്തല്ല? ഒരു ഫ്ലോ കൺട്രോൾ വാൽവ് അല്ല ഈ പറയുന്ന നോൺ റിട്ടേൺ വാൽവ് എന്ന് പറയുന്ന ആള്. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ സിലബസ് നോക്കുമ്പോൾ ഈ എന്താണ് കൺട്രോൾ വാൽവിന്റെ അവസാനം ഈ ഗേറ്റ് വാൽവ്, ഗ്ലോബ് വാൽവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും അവസാനം കൊണ്ടുവന്നിട്ട് ഈ നോൺ റിട്ടേൺ വാൽവ് കൊണ്ടുപോയി തട്ടിയിട്ടുണ്ട്.
അപ്പൊ സിലബസ് കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ഗ്ലോബ് വാൽവ്, ഗേറ്റ് വാൽവ്, ഫ്ലോ കൺട്രോൾ വാൽവ്, നേരെ അതിന്റെ കൂടെ നോൺ റിട്ടേൺ വാൽവ് ഉണ്ടല്ലോ. അപ്പൊ ഇയാൾ എന്താണെന്ന് വിചാരിക്കും? ഫ്ലോ കൺട്രോൾ വാൽവ് ആണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല കേട്ടോ, ഇയാൾ ഫ്ലോ കൺട്രോൾ വാൽവ് അല്ല. ഇയാൾ വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഒരു ഡയറക്ഷണൽ കൺട്രോൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നമ്മൾ പഠിക്കുന്ന DCV ഉണ്ട് അല്ലെ, അതിലും ഇയാളെ സത്യം പറഞ്ഞാൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ നമുക്ക് ഒന്ന് വേണമെങ്കിൽ ഒന്ന് ചിന്തിച്ചത് എന്ത് പറയാം, ഇയാൾ വേണമെങ്കിൽ ഒരു യൂണി ഡയറക്ഷണൽ വാൽവ് ആണ്, ഒരു ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് വിഭാഗത്തിൽ പെടുത്താവുന്ന ഒരാളാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ദെൻ ഇയാൾക്ക് മറ്റു പല പേരുകളുണ്ട്. ചെക്ക് വാൽവ്, വൺ വേ വാൽവ്, റിഫ്ലക്സ് വാൽവ്. പേര് പ്രത്യേകം നോട്ട് ചെയ്യാട്ടോ, ബുക്കുകളിൽ കാണാറില്ല, നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരാളാണ് ഇയാൾ. റിഫ്ലക്സ് വാൽവ്, വൺ വേ വാൽവ്, ചെക്ക് വാൽവ് ഒക്കെ കോമൺ ആയിട്ട് നോൺ റിട്ടേൺ വാൽവിന് ഉപയോഗിക്കുന്ന പേരുകളാണ്. ദെൻ നമ്മൾ പറഞ്ഞതാണ് പ്രിഫറൻഷ്യലി പെർമിറ്റ് ഫ്ലോ ത്രൂ ഇൻ വൺ ഡയറക്ഷൻ. ഒറ്റ ഡയറക്ഷനിൽ മാത്രം ഫ്ലോ സമ്മതിക്കുള്ളൂ, റിവേഴ്സ് ഡയറക്ഷനിൽ സമ്മതിക്കില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് പ്രിവെന്റ്സ് ദി ബാക്ക് ഫ്ലോ. ബാക്ക് ഫ്ലോ എന്ന് പറയുന്ന ആളെ അവിടെ സമ്മതിക്കില്ല എന്നാണ് അർത്ഥം. ദെൻ ഞാൻ അതിന്റെ ഒരു ഫിഗർ, ജസ്റ്റ് ഒരു അനിമേഷൻ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്നാലും ജസ്റ്റ് ഒരു അനിമേഷൻ കാണിച്ചു തരാം. ഈ റൈറ്റ് സൈഡിലെ ഫിഗർ നോക്കിയേ, ആ ഫ്ലോ കടന്നു വരുമ്പോൾ ഒരു വാൽവ് ഓപ്പൺ ആവുന്നുണ്ടോ? ആ വാൽവ് ഓപ്പൺ ആയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് ആ ഫ്ലോ അവിടെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അതിനുശേഷം ആ ഒരു ഫ്ലോ നിൽക്കുന്ന സമയത്ത് എന്താണ്, ഈ വാൽവ് വീണ്ടും ക്ലോസ് ആവും അല്ലെ. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒറ്റ സൈഡിലേക്ക് മാത്രം ഓപ്പണിംഗ് വരുന്ന ഈ ഒരു വാൽവ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ റിട്ടേൺ വാൽവ് എന്ന് നമ്മളവിടെ പറയുന്നത്. അപ്പൊ ഒരു പർട്ടിക്കുലർ പ്രഷർ എത്തുമ്പോഴാണ് ഇയാൾ ഓപ്പൺ ആവുന്നത്. ഒരു പർട്ടിക്കുലർ പ്രഷർ എത്തുമ്പോഴാണ് ഇയാള് ഓപ്പൺ ആവുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ ഈ ഒരു വാൽവ് ഓപ്പൺ ആവുന്ന ഒരു പർട്ടിക്കുലർ പ്രഷർ ഉണ്ട്, ശ്രദ്ധിക്കാട്ടോ. ഈ വാൽവ് ഈ പറയുന്ന ഒരു ലിക്വിഡ് വന്ന് ഇടിച്ചു കഴിയുമ്പോൾ ഓപ്പൺ ആവുന്ന ഒരു പർട്ടിക്കുലർ പ്രഷർ ഉണ്ട്. ആ ഒരു പർട്ടിക്കുലർ പ്രഷറിൽ എത്തുമ്പോഴാണ് ഇയാൾ ഓപ്പൺ ആവുന്നത്. അതുപോലെ ആ പ്രഷർ ഇല്ലാതാവുമ്പോൾ എന്ത് ചെയ്യും? ഇയാൾ ക്ലോസ് ആവുകയും ചെയ്യും. അപ്പൊ ഏത് പ്രഷറിലാണോ ഇയാൾ ഓപ്പൺ ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് പ്രഷർ കിട്ടുമ്പോഴാണോ ഈ വാൽവ് ഓപ്പൺ ആവുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ക്രാക്കിംഗ് പ്രഷർ. ശ്രദ്ധിക്കാട്ടോ, അതിനെ വിളിക്കുന്ന പേരാണ് ക്രാക്കിംഗ് പ്രഷർ. ശ്രദ്ധിക്കുക. അപ്പൊ അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. നോക്കുക, ഈ ഒരു ഫിഗറും അത് തന്നെയാണ് കേട്ടോ. ഈ ഒരു 2 ഡയമെൻഷണൽ ഫിഗർ കാണിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. ഇതാണ് നമ്മൾ ഈ പറഞ്ഞ ആ നോൺ റിട്ടേൺ വാൽവിന്റെ വാൽവ് എന്ന് പറയുന്ന ആള്. കണ്ടോ, ഇവിടെ ഒരു ഹിഞ്ച് ചെയ്ത് വെച്ചേക്കുക, ഒരു പിവട്ടൽ ഒരു ഹിഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇയാളെ വെച്ചേക്കാണ്. അപ്പൊ ഈ ഹിഞ്ചിനെ ബോട്ടായിട്ടാണെന്ത് ഇയാള് ഓപ്പൺ ആയി കൊടുക്കുന്നത്. ഫ്ലോ എന്ന് പറയുന്ന ആൾ ഇവിടെ നിന്ന് വരുമ്പോൾ പ്രഷർ കൂടുമ്പോൾ എന്ത് ചെയ്യും? ഇയാൾ ഓപ്പൺ ആയി കൊടുക്കുന്നു, ഫ്ലോ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നു. ദെൻ അവിടെ നിൽക്കുമ്പോൾ ഒരു ബാക്ക് ഫ്ലോ നടക്കാതെ എന്ത് ചെയ്യും? ഇയാള് അടഞ്ഞിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോ ഏത് പ്രഷർ കിട്ടുമ്പോഴാണോ ഇയാൾ ഓപ്പൺ ആവുന്നത് അയാളെ വിളിക്കുന്ന പേരാണ് ക്രാക്കിംഗ് പ്രഷർ. പ്രത്യേകം ആ പേർന്ന് നോട്ട് ചെയ്യണം, ക്രാക്കിംഗ് പ്രഷർ. ക്രാക്കിംഗ് പ്രഷർ. നോക്കാം വേറെ എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ക്രാക്കിംഗ് പ്രഷർ എന്താന്ന് വായിച്ചു നോക്കിയേ. ക്രാക്കിംഗ് പ്രഷർ എന്ന് പറഞ്ഞാല് ഓർ പ്രഷർ ഓപ്പണിംഗ് പ്രഷർ, വാൽവിനെ ഓപ്പൺ ചെയ്യുന്ന പ്രഷറിനാണ് ക്രാക്കിംഗ് പ്രഷർ എന്ന് പറയുന്നത്. വിച്ച് ഈസ് ദി മിനിമം അപ്സ്ട്രീം പ്രഷർ അറ്റ് വിച്ച് ദി വാൽവ് വിൽ ഓപ്പറേറ്റ്. അതായത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇതിന്റെ അകത്ത് ഒരു വാൽവ് ഉണ്ടല്ലോ, ആ വാൽവ് എന്ന് പറയുന്ന ആള് ഓപ്പൺ ചെയ്ത് കൊടുക്കാനായിട്ട് ഇവിടെ അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡ് കടന്നു വരുന്ന ഈ ഒരു ഭാഗത്തെയാണ് അപ്സ്ട്രീം എന്ന് പറയുന്നത്. വാൽവിന്റെ അപ്പുറത്തുള്ള ഭാഗത്തെയാണ് നമ്മൾ ഈ ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്. അപ്പൊ ഈ അപ്സ്ട്രീം പൊസിഷനിൽ എത്ര പ്രഷർ കിട്ടുമ്പോഴാണോ ഇയാള് പുറത്തേക്ക് ഓപ്പൺ ആയി കൊടുക്കുന്നത് അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രാക്കിംഗ് പ്രഷർ എന്നുള്ള ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇയാളുടെ ഒരു നോൺ റിട്ടേൺ വാൽവ് അല്ലെങ്കിൽ ചെക്ക് വാൽവിന്റെ മെറ്റീരിയൽ ഒക്കെ എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ബ്രോൺസ് എന്ന് പറയുന്ന ആളാണെന്ന് പറയാം. ബ്രോൺസ് വെച്ചിട്ടാണെന്ന് പറയാം. ദെൻ ഇതിന്റെ പല ടൈപ്പുകളുണ്ട്, പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സ്പ്രിംഗ് ലോഡഡ് ചെക്ക് വാൽവ് ഉണ്ട്, സ്വിംഗ് ടൈപ്പ്, ക്ലാപ്പർ ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ടൈപ്പുള്ള ചെക്ക് വാൽവുകൾ ഉണ്ട്. ഇവിടെ ഓർത്തിരിക്കേണ്ട പേര്, ചെക്ക് വാൽവ് എന്ന് കണ്ടാലും വൺ വേ എന്ന് കണ്ടാലും റിഫ്ലക്സ് എന്ന് കണ്ടാലും അയാള് നോൺ റിട്ടേൺ വാൽവ് ആണ്. എന്താണ് അയാൾ ബാക്ക് ഫ്ലോ തടയും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ദെൻ ഓർത്തിരിക്കേണ്ടത് ക്രാക്കിംഗ് പ്രഷർ എന്നുള്ള ടൈമാണ്. എന്താണ് ക്രാക്കിംഗ് പ്രഷർ എന്നുള്ളതും അറിയാം. ഓക്കെ, ദെൻ ഈ ക്ലാസ്സിലെ അവസാനത്തെ ടൈപ്പിലേക്ക് നമ്മൾ പോവുകയാണ്, പ്രഷർ റിലീഫ് വാൽവ്. എന്താണ് പ്രഷർ റിലീഫ് വാൽവ് എന്ന് വെച്ചാൽ നമുക്ക് അറിയാലേ. എന്താണ്, ഒരു നമ്മുടെ ആ ഒരു ലൈനില്, ഫ്ലൂയിഡ് ലൈനിൽ എവിടെയെങ്കിലും പ്രഷർ കൂടുന്ന സാഹചര്യത്തില് എന്താണ് അയാള് എന്താണ് ഒരു ഡേഞ്ചർ സാധ്യതയാണല്ലേ, ഒരു അപകട സാധ്യതയാണ്. ആ ഒരു അപകട സാധ്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അകത്തുള്ള പ്രഷർ നമുക്ക് റിലീസ് ചെയ്യാം. അങ്ങനെ റിലീസ് ചെയ്ത് കളയുന്ന ആ ഒരു വാൽവ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രഷർ റിലീഫ് വാൽവ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എന്താണ് പ്രഷർ റിലീഫ് വാൽവ് നിങ്ങൾക്ക് കൂടെ മനസ്സിലാവും. ഒരു പ്രഷർ ഗേജ് വെച്ചിട്ട് അതിനെ മെഷർ ചെയ്യണം അല്ലെ. അപ്പൊ ഇതാണ് നിങ്ങൾ ഈ പറയുന്ന പ്രഷർ റിലീഫ് വാൽവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പൈപ്പിൽ കൂടി ശ്രദ്ധിക്കാട്ടോ, ഈ ഒരു പൈപ്പിൽ കൂടി ഒരു ഫ്ലോ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിൽ ഫ്ലോ ഇങ്ങനെ നടക്കുമ്പോൾ ഇതിന്റെ അകത്തേക്കും ഫ്ലൂയിഡ് കയറി നിൽക്കും അല്ലെ, ഫ്ലൂയിഡ് കയറി നിൽക്കും. പക്ഷെ ഈ ഒരു റെഡ് ഇതാണ് പൊപ്പറ്റ് എന്ന് അതിനെ പറയാം, പൊപ്പറ്റ് അല്ലെ പ്ലഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഈ അടഞ്ഞിരിക്കുന്ന ഭാഗം. ഇത് അടഞ്ഞിരിക്കുന്നിടത്തോളം എന്ത് ചെയ്യാൻ പറ്റില്ല, ഇയാൾക്ക് ഇതിലേക്ക് കയറാൻ പറ്റില്ല. പക്ഷെ പ്രഷർ കൂടി സ്പ്രിംഗ് ഫോഴ്സിന് അഗേൻസ്റ്റ് ആയിട്ട് തള്ളിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ വാൽവ് ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്യും? മറ്റൊരു വഴിയിലൂടെ ഈ ഫ്ലൂയിഡ് ഇറങ്ങി എങ്ങോട്ട് പോകും? പുറത്തേക്ക് പോകും. ഹൈഡ്രോളിക് അല്ലേ ആള്, ഓയിൽ അല്ലേ, ആള് പുറത്തേക്ക് കളയാൻ കൊള്ളുവോ? അല്ലെ പുറത്തേക്ക് കളഞ്ഞാൽ ശരിയാവോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യണം?
നമ്മുടെ റിസർവോയറിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം. റിസർവോയറിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുപോകും. വീണ്ടും അയാൾ എന്ത് ചെയ്യും? പമ്പ് ചെയ്ത് കറങ്ങി വരും. അത് വേറെ കഥ. പക്ഷെ ഇയാളും എന്താണ്, നമ്മുടെ ലൈനിന്റെ അകത്ത്, മെയിൻ പ്രഷർ ലൈനിന്റെ അകത്ത് പ്രഷർ ഒരു പരിധി വിട്ട് കൂടുമ്പോ എന്ത് ചെയ്യും? ഈ പ്രഷർ റിലീഫ് വാൽവ് ഓപ്പൺ ആയിട്ട് ഓയിലിനെ എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് മറ്റൊരു വഴിയിലൂടെ കടത്തി വീണ്ടും നമ്മുടെ സ്റ്റോറേജ് ടാങ്ക് അഥവാ റിസർവോയറിലേക്ക് വിട്ടത് അവിടെ ഉള്ളൊരു അപകട സാധ്യതയെ ഒഴിവാക്കും. അപ്പൊ എന്താണ് ഒരു പ്രഷർ റിലീഫ് വാൽവിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം നോട്ട് ചെയ്യാട്ടോ. റിലീഫ് വാൽവ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ലിമിറ്റ് ദ പ്രഷർ ഇൻ വൺ ഓർ മോർ ലൊക്കേഷൻ ഇൻ എ ഹൈഡ്രോളിക് സർക്യൂട്ട്. ഒരു ഹൈഡ്രോളിക് സർക്യൂട്ടില് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നിങ്ങൾക്ക് പ്രഷറിനെ ലിമിറ്റ് ചെയ്യണം, ഒരു മാക്സിമം പ്രഷറിനെ സെറ്റ് ചെയ്യണം. അങ്ങനെ പറയാട്ടോ, മാക്സിമം പ്രഷറിനെ സെറ്റ് ചെയ്യുന്നത് ആരാണ്? നിങ്ങളുടെ ഹൈഡ്രോളിക് ലൈനിലെ മാക്സിമം പ്രഷറിനെ സെറ്റ് ചെയ്യുന്നത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്? പ്രഷർ റിലീഫ് വാൽവ് ആണ്. ഓക്കെ, അപ്പൊ ആ രണ്ട് ടൈം ഓർക്കുക. പ്രഷർ, മാക്സിമം പ്രഷർ എന്നുള്ളതും ലിമിറ്റ് പ്രഷർ എന്നുള്ളതും ആരുടെ ഫംഗ്ഷൻ ആണ്? പ്രഷർ റിലീഫ് വാൽവിന്റെ ഫംഗ്ഷൻ ആയിട്ട് മനസ്സിലാക്കുക. ദെൻ ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. പ്രഷർ റിലീഫ് വാൽവ് മാത്രം നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ രണ്ട് ടൈപ്പ് കൂടി പഠിച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അതായത് പ്രഷർ റിലീഫ് വാൽവിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ എപ്പോഴും ഒരു ക്ലോസ്ഡ് പൊസിഷനിലാണെന്ന് പറയാം. അത് പ്രഷർ റിലീഫ് വാൽവ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ക്ലോസ്ഡ് പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വാൽവ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓപ്പൺ പൊസിഷനിൽ ഇരിക്കുന്ന വാൽവുകൾ വേറെ ഉണ്ട്. ഓക്കെ, വേറെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊന്ന് നോട്ട് ചെയ്യുക. ബുക്കുകളിലൊക്കെ എടുത്തു പറയുന്ന ഒരാളാണ് പ്രഷർ റിലീഫ് വാൽവ് ഈസ് നോർമലി ഇൻ ക്ലോസ്ഡ് പൊസിഷൻ. ദെൻ അത് രണ്ട് ടൈപ്പ് ഉണ്ട്. സ്പ്രിംഗ് ലോഡഡ് ടൈപ്പ് പ്രഷർ റിലീഫ് വാൽവ് ഉണ്ട്, കോമ്പൗണ്ട് റിലീഫ് വാൽവ് ഉണ്ട്. സ്പ്രിംഗ് ലോഡഡ് ടൈപ്പും ഉണ്ട്, കോമ്പൗണ്ടും ഉണ്ട്. ഇപ്പൊ തൊട്ട് മുമ്പ് ഒരു അനിമേഷൻ നിങ്ങൾ കണ്ടില്ലേ? തൊട്ട് മുമ്പ് ഇയാള് ഇതെന്താണ്? ഒരു സ്പ്രിംഗ് ലോഡഡ് ടൈപ്പ് ആണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു റിലീഫ് വാൽവ് ആണ്. ഒരു സ്പ്രിംഗിന്റെ സഹായത്തോടു കൂടി മാത്രമാണ് എന്ത് നമ്മൾ ഇയാളെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാൾ എന്താണ്? ഒരു സ്പ്രിംഗ് ലോഡഡ് പ്രഷർ റിലീഫ് വാൽവ് ആണെന്ന് പറയാം. ഓക്കെ, ദെൻ അപ്പൊ അതിന്റെ ഒരു കമ്പോണൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് എന്തൊക്കെയാണെന്ന് ഒരു സ്പ്രിംഗ് ലോഡർ ആ കണ്ട അനിമേഷന്റെ തന്നെ ഒരു 2 ഡയമെൻഷണൽ ഫിഗർ ആണ് ഈ കാണിച്ചേക്കണേ. ഓക്കെ, ഇതിലെയാണ് നിങ്ങളുടെ ആ ഒരു പമ്പ് ചെയ്തു വരുന്ന ലിക്വിഡിന്റെ പാസേജ് എന്ന് വിചാരിക്കുക. ഇതിലെ പമ്പിംഗ് ഫ്ലൂയിഡ്, ആ ഒരു പമ്പിംഗ് ലിക്വിഡ്, ഹൈഡ്രോളിക് ആണല്ലോ ലിക്വിഡ്, അത് കടന്നു വരുന്നത് ഇതിലാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇങ്ങോട്ടാണ് അയാൾ പോയിക്കൊണ്ടിരുന്നത്. ഇതാണ് നിങ്ങളുടെ മെയിൻ ലൈൻ എന്ന് പറയുന്നത്. പമ്പ് ചെയ്ത് വരുന്ന ഈ ലൈനാണ് നിങ്ങളുടെ മെയിൻ ലൈൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിലെ വരുമ്പോ ഇവിടെ ഒരു ഓപ്പണിംഗ് കാണുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അയാൾ കയറി ഇവിടെ വന്ന് നിൽക്കും, കാത്തു നിൽക്കും അല്ലെ? ഈ ഒരു ലൈനിലെ പ്രഷർ എപ്പോഴെങ്കിലും കൂടിക്കഴിഞ്ഞാൽ എന്തിനുള്ള സാധ്യതയുണ്ട്? ബാക്ക് ഫ്ലോ ഒക്കെ ഉള്ള സാധ്യത ഉണ്ട് അല്ലെ? ഇങ്ങോട്ടുള്ളതിനെ തിരിച്ചു തള്ളി ഇങ്ങോട്ടൊരു ഫ്ലോ നടക്കാനും അത് നമ്മുടെ പമ്പ് എന്ന് പറയുന്ന ആളിലേക്ക് എത്താനും പമ്പ് ഡാമേജ് ആവാനും സാധ്യതയുണ്ട്. ഒരു ബാക്ക് ഫ്ലോ നടന്നു കഴിഞ്ഞാൽ, ബാക്ക് ഫ്ലോ നടക്കാന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടുത്തെ പ്രഷർ കൂടി തിരിച്ചടിക്കുകയാണ് അല്ലെ? തിരിച്ചടിക്കുന്ന സമയത്ത് പമ്പ് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പമ്പിലേക്കുള്ള ഫ്ലോ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന സ്പ്രിംഗ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു തള്ള് അവിടെ കിട്ടുകയും, തള്ള് നേരത്തെ കിട്ടുന്നുണ്ട്, പക്ഷെ എന്താണ്? സ്പ്രിങ്ങിനെ തുറക്കാൻ, സ്പ്രിങ്ങിനെ പൊക്കാനുള്ള, കംപ്രസ് ചെയ്യാനുള്ള ഫോഴ്സ് എന്താണ്? അപ്പോഴേ ആവുന്നുള്ളൂ. അങ്ങനെ അറ്റൈൻ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുന്നു? ഈ വാൽവ് എന്ന് പറയുന്ന ആൾ ഈ വാൽവ് സീറ്റിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങിയിട്ട് ഇവിടെ ഒരു വഴി തുറന്നു കൊടുക്കും. ആ വഴി കൂടെ അയാൾ എന്ത് ചെയ്യും? പ്രഷർ റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഓയിലിനെ ഒഴുക്കി കളയാന്നുള്ളതാണ്. ഒഴുക്കി കളയുമ്പോൾ അത് എങ്ങോട്ടല്ല, പുറത്തേക്കല്ല. ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റം ആണ് ഹൈഡ്രോളിക് എന്ന് പറയുമ്പോൾ. അയാൾ നമ്മൾ വീണ്ടും റിസർവോയറിലേക്ക് വിടും. ഓക്കെ, ആ റിസർവോയറിൽ കിടക്കുന്ന ആളെ പമ്പ് വീണ്ടും തിരിച്ചു വിടും, പമ്പ് വീണ്ടും പമ്പ് ചെയ്യും. അങ്ങനെ പമ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ അപ്പൊ ഇവിടുത്തെ പ്രഷർ എപ്പോ കൂടുന്നു അപ്പൊ എന്ത് ചെയ്യും? റിലീഫ് വാൽവ് ഓപ്പൺ ആക്കിയിട്ട് വീണ്ടും റിസർവോയറിലേക്ക് അയാളെ തള്ളിവിടും. ദെൻ നമ്മൾ പറഞ്ഞതാണ് എക്സ്റ്റേണൽ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ വേരീസ് ദി പ്രഷർ. ക്രാക്കിംഗ് പ്രഷർ, അതായത് ക്രാക്കിംഗ് പ്രഷർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു നമ്മൾ പറഞ്ഞേ? ഈ വാൽവ് ഓപ്പൺ ആവുന്ന ഒരു പർട്ടിക്കുലർ പ്രഷർ എന്ന് പറഞ്ഞില്ലേ? അത് ഇവിടെയും പറയാം. നമ്മൾ നോൺ റിട്ടേൺ വാൽവിൽ പറഞ്ഞ അതേ ക്രാക്കിംഗ് പ്രഷറിന്റെ അതേ ചിന്താഗതി തന്നെയാണ് എന്ത് ഇവിടെയും വരുന്നത്. എപ്പോഴാണോ ഇവിടുത്തെ ആ ഒരു പ്രഷർ, ഈ വാൽവിനെ ഓപ്പൺ ആക്കാനുള്ള പ്രഷർ ഇവിടെ അറ്റൈൻ ചെയ്യുന്നത്, അപ്പോഴാണ് ഇയാൾ ഓപ്പൺ ആവുള്ളൂ. ആ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ക്രാക്കിംഗ് പ്രഷർ. അതെങ്ങനെ സെറ്റ് ചെയ്യാം? ഇവിടെ ഒരു അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ഉണ്ട്, ഒരു 5ാമത്തെ കമ്പോണന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഉണ്ട് സെറ്റ് പ്രഷർ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ അല്ലെ? ഈ അഡ്ജസ്റ്റിംഗ് സ്ക്രൂ തിരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ സ്പ്രിങ്ങിലെ പ്രഷറിന് എനിക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ സ്പ്രിങ്ങിലെ പ്രഷറിന് അയാളുടെ ടെൻഷന് കൂടുതലായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ പ്രഷർ കിട്ടിയാലാണ് ഇയാൾ തള്ളി ഓപ്പൺ ആവുള്ളൂ. അതല്ല, ഒരുപാട് ടെൻഷൻ ഒന്നും കൊടുത്തിട്ടില്ല, അതൊക്കെയാണ് നമ്മൾ ഈ സ്ക്രൂവിനെ തിരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ എന്താണ്? ചെറിയൊരു പ്രഷർ കിട്ടുമ്പോൾ തന്നെ ഇയാൾ ഓപ്പൺ ആവും. അപ്പൊ ആ ക്രാക്കിംഗ് പ്രഷർ എന്നുള്ളത് ആരെ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാം? ഈ 5ാമത്തെ കമ്പൗണ്ട് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന അഡ്ജസ്റ്റിംഗ് സ്ക്രൂ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എന്താണ് റിലീഫ് വാൽവ് ആണ്. പ്രഷർ റിലീഫ് വാൽവ് ആണെങ്കിൽ കുറച്ചുകൂടി ഹൈ ലെവൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താണ് ഹൈ പ്രഷർ ആപ്ലിക്കേഷനിലൊക്കെ ഇയാളെ ഒറ്റക്ക് ഇയാൾ താങ്ങാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന സ്പ്രിംഗ് ഉണ്ടല്ലോ, ഒറ്റ സ്പ്രിംഗ് വെച്ചിട്ടല്ലേ ഇയാൾ വർക്ക് ചെയ്തേ? നമ്മൾ നോക്കിയേ തൊട്ട് മുമ്പത്തെ ഫിഗറിൽ
ഒരൊറ്റ സ്പ്രിങ്ങിന്റെ അടിസ്ഥാനത്തിലല്ലേ വർക്ക് ചെയ്തേ. അപ്പൊ ഇവിടുത്തെ പ്രഷർ എന്താണ്, ലോഡ് കൂടുക എന്നുള്ള അർത്ഥം വരുമ്പോൾ എന്താണ്, ഈ സ്പ്രിങ് എന്ന് പറയുന്ന ആളുടെ കപ്പാസിറ്റി നമ്മൾ ഒരുപാട് കൂട്ടേണ്ടി വരും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റിഫ്നെസ് ഒക്കെ എന്താണ് കൂടിയ വലിയ സ്പ്രിങ്ങുകൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഒറ്റക്കാണ് ഇയാൾ ഈ പറയുന്ന ലോഡൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കോമ്പൗണ്ട് പ്രഷർ റിലീഫ് വാൽവ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ശ്രദ്ധിക്കാട്ടോ, കോമ്പൗണ്ട് പ്രഷർ റിലീഫ് വാൽവ്. അതായത് നമ്മൾ തൊട്ട് മുമ്പേ പഠിച്ച റിലീഫ് വാൽവിന്റെ കൂടെ ഒരു സപ്പോർട്ട് വരും. തൊട്ട് മുമ്പ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഒറ്റക്കൊരു സ്പ്രിങ് ആണ് ഇത് മുഴുവൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ലേ. ആ സ്പ്രിങ്ങിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരാൾ കൂടി കൂടെ വരുമ്പോൾ, സപ്പോർട്ട് കൂടെ വരുമ്പോൾ നമ്മൾ ആ പ്രഷർ റിലീഫ് വാൽവ് എന്ത് വിളിക്കും, കോമ്പൗണ്ട് പ്രഷർ റിലീഫ് വാൽവ് എന്ന് നമ്മൾ വിളിക്കും. അയാളുടെ മറ്റു രണ്ട് പേരുകളാണ്, നോട്ട് ചെയ്യണം, 2 സ്റ്റേജ് പ്രഷർ റിലീഫ് വാൽവ് ഓർ പൈലറ്റ് ഓപ്പറേറ്റഡ് പ്രഷർ റിലീഫ് വാൽവ്. എന്തുകൊണ്ട് ഈ പേര് വന്നു എന്നുള്ളത് ഞാൻ വർക്കിംഗ് പറയുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടു കേട്ടോ. എന്റെ വർക്കിംഗ് ചോദിക്കില്ല, പക്ഷെ വർക്കിംഗ് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു കോമ്പൗണ്ട് പ്രഷർ റിലീഫ് വാൽവിനെ 2 സ്റ്റേജ് എന്നോ പൈലറ്റ് ഓപ്പറേറ്റഡ് എന്ന് വിളിക്കുന്നു എന്നുള്ള നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ നോക്കാം എന്താണ് ഇയാളുടെ ജസ്റ്റ് വർക്കിംഗ് ചോദിക്കില്ല, നമുക്കറിയാലോ, ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റി എക്സാം അല്ല. അപ്പൊ അതുകൊണ്ട് വർക്കിംഗ് ചോദിക്കില്ല, പക്ഷെ ഇയാളൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഈ പേര് നിങ്ങളുടെ മനസ്സിൽ കയറിക്കോളും. 2 സ്റ്റേജ് ആയിട്ട് പ്രഷർ റിലീസ് ചെയ്യുന്നു എന്നുള്ളതും പൈലറ്റ് ഓപ്പറേറ്റഡ്. പൈലറ്റ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു സപ്പോർട്ടാണ് ഉദ്ദേശിക്കുന്നത്. സപ്പോർട്ട്. നമ്മള് പോലീസ് പൈലറ്റ് പോവാന്നൊക്കെ നിങ്ങൾ കേൾക്കാറില്ല. VIP ഒക്കെ വരുമ്പോൾ പോലീസ് പൈലറ്റ് പോകും. എന്താണ് ആ പൈലറ്റ് ഉദ്ദേശിക്കുന്നത്? അവർക്കുള്ളൊരു സപ്പോർട്ടാണ് അല്ലെ, അവരുടെ മുമ്പിലും പുറകിലായിട്ടുള്ള ഒരു സപ്പോർട്ട്, അതൊക്കെ അവരുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട സിമ്പിൾ ആയിട്ടുള്ള പ്രഷർ റിലീഫ് വാൽവിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് പൈലറ്റ് ഓപ്പറേറ്റഡ് എന്ന് വിളിക്കാനായിട്ട് കാരണം. ഇവിടെ പ്രഷർ റിലീസ് ചെയ്യുന്നത് 2 സ്റ്റേജ് ആയിട്ടാണ്, ഒറ്റയടിക്കല്ല, 2 സ്റ്റേജ് ആയിട്ടാണ്. അതുകൊണ്ട് ഇയാൾ എന്ത് പറയാം, 2 സ്റ്റേജ് പ്രഷർ റിലീഫ് വാൽവ്, കോമ്പൗണ്ട് പ്രഷർ, അല്ല സോറി 2 സ്റ്റേജ് പ്രഷർ റിലീഫ് വാൽവ് എന്ന് എനിക്ക് ഇയാളെ പറയാം. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇയാളുടെ ഒരു കോംപ്ലിക്കേറ്റഡ് ഫിഗർ ആണെന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നോക്കാം കേട്ടോ, കമ്പോണൻസ് പരിചയപ്പെട്ടാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അതെ, ഇവിടെ നിന്നാണ് പമ്പ് ചെയ്യുന്ന ഫ്ലൂയിഡ് കടന്നു വരുന്നത്. ശ്രദ്ധിക്കുക, സിസ്റ്റം പ്രഷർ ഇൻലെറ്റ് പോർട്ട് എന്ന് പറഞ്ഞാല് പമ്പ് ചെയ്തു വരുന്ന പ്രഷർ കൂടിയ ആള് കടന്നു വരുന്നത് ഇതിലെയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ്, ഇത് കംപ്ലീറ്റ് എന്താണ്, ഇത് കംപ്ലീറ്റ് നമ്മുടെ വാൽവ് എന്ന് പറയുന്ന പ്രഷർ റിലീഫ്, കോമ്പൗണ്ട് പ്രഷർ റിലീഫ് വാൽവ് എന്ന് പറയുന്ന ആളാണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗത്തുകൂടിയാണെന്ത് ഈ പറയുന്ന പമ്പ് ചെയ്ത ഫ്ലൂയിഡ് കടന്നു പോകുന്നത്. ദെൻ അയാൾ കടന്ന് ഇപ്പുറത്തേക്കൊക്കെ പൊക്കോളും, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ ഇപ്പുറത്തേക്ക് പോയിട്ട് എങ്ങോട്ട് പോകും, നമ്മുടെ കൺട്രോൾ വാൽവുകളൊക്കെ വഴി ആക്ച്വേറ്ററിലേക്കൊക്കെ പോയിട്ട് ഇവിടെ എന്തോ പണികളൊക്കെ നടക്കുന്നുണ്ട്, എന്തോ വർക്കുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ഏതോ ഒരു സാഹചര്യത്തിൽ ഇതിലെ പ്രഷർ കൂടുമ്പോഴാണ് ഈ മുകളിലേക്ക് നിങ്ങൾ കാണുന്ന ആൾക്കാരൊക്കെ ഇടപെടാനായിട്ട് പോകുന്നത്. ആ മുകളിലേക്ക് നിങ്ങൾക്ക് ആരെയൊക്കെ കാണാം, ഒരു ബോഡി പിസ്റ്റൺ കണ്ടോ, ഒരു ബോഡി പിസ്റ്റൺ, ഒരു പിസ്റ്റൺ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു പിസ്റ്റൺ. ആ പിസ്റ്റൺ ഒരു പ്രത്യേകതയുണ്ട്, സെൻട്രലി ഡ്രിൽഡ് ഹോൾ ആണ് അതിന്റെ അകത്തുള്ളത്. അതായത് ആ പിസ്റ്റൺ എന്താണ്, ആ പിസ്റ്റന്റെ കറക്റ്റ് സെന്റർ വഴി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഹോളിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡ്രില്ല് ചെയ്തിട്ടുണ്ട്. നേരെ താഴേക്ക് എന്താണ് കുറെ ഒരു പരിധി വരെ ഒരു പൊള്ളയാണെന്ന് പറയാം, ഒരു ഹോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ അകത്ത് കൂടി ഡ്രില്ല് ചെയ്ത് വിട്ടിട്ടുണ്ട്. ആ ഹോൾ എവിടെ കണക്ട് ചെയ്യുന്ന നിങ്ങൾ നോക്കിയേ, പ്രത്യേകം ശ്രദ്ധിച്ചേ, റിട്ടേൺ പോർട്ട് ടു റിസർവോയർ. റിസർവോയറിലേക്കുള്ള ഒരു കണക്ഷൻ ആണ്. അത് എന്തിനാണെന്നൊക്കെ പറയാൻ നമുക്ക് മനസ്സിലാവും. ഒരു റിസർവോയറിലേക്കുള്ള കണക്ഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പിസ്റ്റണിന്റെ അകത്തുകൂടി സെന്ററിൽ കൂടി ഡ്രില്ല് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ആ പിസ്റ്റന്റെ മൂവ്മെന്റിനെ റെസ്ട്രിക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ പിസ്റ്റന്റെ മുകളിൽ സ്പ്രിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ആ പിസ്റ്റന്റെ മുകളിൽ നമ്മൾ ആരെ കൊടുത്തിട്ടുണ്ട്, കോയിൽ സ്പ്രിങ്ങിനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ ആ പിസ്റ്റനെ മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്, ഒരു സൈഡ് ഒറിഫേസ് എന്ന് പറയുന്ന ആൾക്കുണ്ടാവും. ഒറിഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്, വളരെ ചെറിയൊരു ഓപ്പണിങ്ങിനെയാണ് നമ്മൾ ഒറിഫേസ് എന്നുള്ള ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ പിസ്റ്റണില് സെൻട്രലി ഡ്രിൽഡ് ഹോൾ കൂടാതെ അതിന്റെ ഒരു സൈഡിലായിട്ട് ഒരു ഒറിഫേസ് കാണാം, ചെറിയൊരു ഓപ്പണിംഗ് കാണാം. അതിനാണ് എന്ത് വിളിക്കുന്നത്, സൈഡ് ഒറിഫേസ് എന്നുള്ള പേര് കൊണ്ട് വിളിക്കുന്നത്. ദെൻ ടോപ്പിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് വീണ്ടും ഒരു സ്പ്രിംഗ് ആണ്, ഒരു സ്ട്രോങ് സ്പ്രിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ പിസ്റ്റന്റെ മുകളിലുള്ള സ്പ്രിംഗ് എന്താണ്, ലൈറ്റ് സ്പ്രിംഗ് ആണ്. അതിനേക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്പ്രിംഗ് ആണ് ഈ ടോപ്പ് ഭാഗത്ത് നിങ്ങൾ കാണുന്നത്. ആ സ്പ്രിംഗ് ഒരു പൈലറ്റ് വാൽവ് കണ്ടോ, ഇവിടെയാണ് പൈലറ്റ് വരുന്നത്. സപ്പോർട്ട് വരാൻ പോകുന്നത് ഇവിടെ ഉണ്ടോ, ഒരു സപ്പോർട്ട് കൊടുക്കുന്നത് ഇവിടെയാണ്, ഈ ഒരു ഭാഗത്താണ്. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പൈലറ്റ് വാൽവ് എന്ന് പറയുന്ന ഒരാള് ഇവിടെ ഇരിപ്പുണ്ട്. അതിന്റെ പൊപ്പറ്റ് എന്ന് പറഞ്ഞാൽ അടക്കാൻ വേണ്ടി ഉള്ള പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പാസേജിനെ അടക്കാൻ ഒരു ട്രയാങ്കുലർ ഷേപ്പ്, അതിനാണ് നമ്മൾ പൊപ്പറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു പൈലറ്റ് പൊപ്പറ്റ് വാൽവ് ഇവിടെ കാണാം. അയാളെ തള്ളി പിടിച്ചിരിക്കുന്ന ഒരു സ്ട്രോങ് സ്പ്രിംഗ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ സ്പ്രിങ്ങിന്റെ ടെൻഷനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഡ്ജസ്റ്റിംഗ് സ്ക്രൂ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ദെൻ ഈ ഒരു കമ്പാർട്ട്മെന്റ് അല്ലെ, ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ് ഇങ്ങനെ കാണാം. ദെൻ അതിന് ഒരു പാസേജ് അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത ഒരു പാസേജ് നമ്മൾ ഈ പറയുന്ന പൊപ്പറ്റ് വാൽവിലേക്കും നമ്മൾ വിട്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇനി എങ്ങനെയാണ് ഇയാളുടെ ഓപ്പറേഷൻ നോക്കാട്ടോ, എങ്ങനെയാണ് 2 സ്റ്റേജ് ആയിട്ട് ഇതിലെ പ്രഷർ റിലീസ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് ഇവിടെ മെയിൻ ആയിട്ട് അറിയേണ്ടത്. അപ്പോൾ ആസ് യൂഷ്വൽ സാധാരണഗതിയിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഫ്ലോ നടക്കുന്ന സമയത്താണ് എന്തോ പ്രശ്നം കാരണം ഈ മെയിൻ ലൈനിനകത്തെ പ്രഷർ കൂടി അല്ലെ.
അപ്പൊ സാധാരണ രീതിയിൽ ഫ്ലോ നടക്കുമ്പോഴും ഇവിടെ ഒരു ചെറിയൊരു ഓറിഫൈസ്, ഒരു ഓപ്പണിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിലും കിട്ടിയിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫ്ലൂയിഡ് എന്ന് ലിക്വിഡ് എന്ന് പറയുന്നത് അതിന്റെ അകത്തേക്ക് കയറും. സ്വാഭാവികമായിട്ടും കയറുമല്ലോ, ഓപ്പണിംഗ് അല്ലേ, സ്വാഭാവികമായിട്ടും കയറും. അപ്പൊ ഇതിന്റെ അകത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ വന്ന് ഇങ്ങനെ നിറഞ്ഞിരിപ്പുണ്ട്, പക്ഷെ വലിയ പ്രശ്നമൊന്നുമില്ല, പ്രഷർ കൂടിയിട്ടില്ലല്ലോ, ഈ സ്പ്രിംഗ് ഒക്കെ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇയാൾക്ക് അങ്ങനെ ഒരു മൂവ്മെന്റ് ഒന്നും പിസ്റ്റന് കിട്ടില്ല. ദെൻ ഇവിടെ രാവിലെ എന്താണ്, ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അതേ ഇവിടെ ഒരു പാസേജ് ഉണ്ടെന്ന് ഇതിലേക്ക് കൂടി കടക്കാം. ആ പാസേജ് വഴി കടന്ന് അയാൾ എന്ത് ചെയ്യുന്നു, ഇവിടെ വന്ന് നിൽക്കും. ഓക്കെ, ഒരു നോർമൽ ആയിട്ട് ഇയാൾ വർക്ക് ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലൂയിഡ് ഈ ഒറിഫേസ് വഴി കടന്ന് ഇതിലൊക്കെ നിറഞ്ഞ് ഈ പാസേജ് വഴി ഈ പൊപ്പറ്റ് വാൽവ്, പൈലറ്റ് വാൽവിന്റെ ആ ഒരു അറ്റത്ത് വന്ന് ഇയാൾ നിൽപ്പുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ സ്പ്രിങ്ങിന്റെ എഫക്ട് കാരണം ഇതിനെ തള്ളി മാറ്റാനായിട്ട് ഇയാൾക്ക് പറ്റുന്നില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇതിന്റെ അകത്തെ പ്രഷർ കൂടുന്നത്. ഇതിന്റെ അകത്തെ പ്രഷർ കൂടുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്തും കൂടും, ഇവിടെ പറയുന്ന പ്രഷറും ഇവിടെ വരുന്ന പ്രഷർ ഒക്കെ കൂടും അല്ലെ. അങ്ങനെ പ്രഷർ കൂടുന്ന സമയത്ത് ഈ സ്പ്രിങ്ങിനെ തള്ളി മാറ്റി ഈ പൈലറ്റ് വാൽവ് ഓപ്പൺ ആവും. അത് സപ്പോർട്ട് കൊടുക്കുന്ന വാൽവാണ് പൈലറ്റ് വാൽവ്. ആ പൈലറ്റ് വാൽവ് ഓപ്പൺ ആയിട്ട് എന്ത് സംഭവിക്കുന്നു നോക്കിയേ, ആ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ആ ലിക്വിഡ് ഹൈഡ്രോളിക് ഓയിൽ ഇതിലേ കയറി സെൻട്രലി ഡ്രിൽഡ് ഹോൾ വഴി അയാൾ നേരെ എങ്ങോട്ട് പോകും, റിട്ടേൺ പോർട്ട് ടു റിസർവോയറിലേക്ക് പോകും. ഓക്കെ, അപ്പൊ അത് വളരെ ചെറിയ ക്വാണ്ടിറ്റി ആണല്ലേ, ഈ ഒറിഫേസ് ഒക്കെ വഴി വളരെ റെസ്ട്രിക്റ്റഡ് പാസേജ് വഴിയാണ് എന്ത് ഇയാൾ ഇങ്ങനെ കടന്നു പോകുന്നത്. അപ്പൊ പതുക്കെയാണ് പ്രഷർ അവിടെ റിലീസ് ആവുന്നത്. അത് പോരാന്ന് വിചാരിക്കുക, വീണ്ടും പ്രഷർ കൂടുകയാണ്, ഇതൊന്നും പോരാ, എന്താണ് വലിയൊരു പാസേജ് തന്നെ തുറന്ന് കിട്ടണം എന്നൊരവസ്ഥയാണെങ്കിൽ എന്ത് സംഭവിക്കും, അപ്പോഴും ഈ പറയുന്ന ഫ്ലൂയിഡ് പ്രഷർ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഈ റിലീസ് കൊണ്ടൊന്നും പോരാ. അങ്ങനെ ഫ്ലൂയിഡ് പ്രഷർ കൂടുന്ന സമയത്ത് ഈ സ്പ്രിങ്ങിന് അഗേൻസ്റ്റ് ആയിട്ട് ഫോഴ്സ് കൂടുകയും പിസ്റ്റൺ മൊത്തത്തിൽ മുകളിലേക്ക് പൊങ്ങുകയും ഇവിടെ ഒരു പാസേജ് തുറന്നു കിട്ടുകയും എന്ത് ചെയ്യുന്നു, വലിയൊരു വഴിയിൽ കൂടി ഈ പറയുന്ന ഓയിൽ തിരിച്ച് റിസർവോയറിലേക്ക് പോകും. ഓക്കെ, അപ്പൊ രണ്ട് സ്റ്റേജ് ആയിട്ടല്ലേ പ്രഷർ റിലീസ് ചെയ്തേ, ഒന്ന് ഈ പൈലറ്റ് വാൽവ് വഴിയും ദെൻ അത് പോരാതെ വന്ന സാഹചര്യത്തിൽ പിസ്റ്റണെ മൊത്തത്തിൽ മുകളിലേക്ക് പൊക്കിയിട്ടുമാണെന്ത് ഈ പറയുന്ന പ്രഷർ റിലീസിങ് നടന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, 2 സ്റ്റേജ് പ്രഷർ റിലീഫ് വാൽവ് എന്നോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഒരാൾ കൊടുക്കുന്നതുകൊണ്ട് പൈലറ്റ് ഓപ്പറേറ്റർ പ്രഷർ റിലീഫ് വാൽവ് നമുക്ക് ആരെ വിളിക്കാം, കോമ്പൗണ്ട് പ്രഷർ റിലീഫ് വാൽവിനെ വിളിക്കാം. ഏത് പ്രഷർ റിലീഫ് വാൽവ് ആയി കഴിഞ്ഞാലും അതിന്റെ ഒക്കെ ഫംഗ്ഷൻ ഉദ്ദേശം ഒന്ന് തന്നെയാണ്, എന്താണ്, ഈ ലൈനിലെ പ്രഷറിനെ ലിമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാക്സിമം എത്ര പ്രഷർ വരെ ഇവിടെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് ആരാ തീരുമാനിക്കുന്നത്, ഈ പറയുന്ന റിലീഫ് വാൽവിന്റെ ആ ഒരു കപ്പാസിറ്റിയാണ്. ഓക്കെ, ദെൻ ഇയാളുടെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഇയാളുടെ ഒരു മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ്? നമ്മുടെ സാധാരണ റിലീഫ് വാൽവ് ഉണ്ടല്ലോ, പ്രഷർ റിലീഫ് വാൽവ്, അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇയാൾ എന്താണ്, സ്മോളർ ഇൻ സൈസ് ഫോർ ദി സെയിം ഫ്ലോ ആൻഡ് പ്രഷർ റേറ്റിംഗ്. ഒരേ പ്രഷറിൽ അല്ലെങ്കിൽ നമ്മളടുത്ത് പറഞ്ഞ പോലെ ഒരു ലിമിറ്റഡ് പ്രഷർ സെറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞില്ലേ, ആ ഒരു പ്രഷർ റേറ്റിംഗോ അല്ലെങ്കിൽ ഒരേ ഡിസ്ചാർജ് കണ്ടീഷനിലൊക്കെ നമ്മൾ ഒരു കോമ്പൗണ്ട് പ്രഷർ റിലീഫ് വാൽവിനെയും സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്പ്രിംഗ് ലോഡർ റിലീഫ് വാൽവിനും വെച്ച് കഴിഞ്ഞാൽ ഇയാൾ കുറെ കൂടി ചെറുതായിരിക്കും. ഓക്കെ, ചെറുതാക്കി നമുക്ക് സെറ്റ് ചെയ്യാം. ദെൻ വൈഡർ റേഞ്ച് ഓഫ് മാക്സിമം പ്രഷർ സെറ്റിംഗ്, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ റേഞ്ചുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇയാളുടെ പ്രഷറിനെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. മറ്റേത് വരുമ്പോൾ സ്പ്രിങ്ങിലൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. സിമ്പിൾ ആയിട്ടുള്ള ആര് വരുമ്പോൾ സ്പ്രിങ്ങിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി അവിടെ കുറെ പ്രാക്ടിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇൻസ്റ്റലേഷനിലൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് എന്ന് പറയുന്നത്, ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് പേരിൽ തന്നെ ഉണ്ടല്ലേ. എന്തായിരിക്കും ഡയറക്ഷണൽ കൺട്രോൾ വാൽവിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്? പ്രഷർ കൺട്രോൾ ചെയ്യാനായിരിക്കോ? അല്ല. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനായിരിക്കോ? അല്ല. ഫ്ലോ കൺട്രോൾ ചെയ്യാനായിരിക്കോ? അല്ല. ആ പേരിൽ തന്നെ ഉണ്ടല്ലേ. എന്താണ് അയാളുടെ ഉപയോഗം? ഡയറക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അഥവാ ഏത് ഡയറക്ഷനിലേക്ക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ഓയിൽ എന്ന് പറയുന്ന ആൾ ഒഴുകണം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് ആണ്. വലത്തേക്ക് തിരിയണോ, ഇടത്തേക്ക് തിരിയണോ, അങ്ങോട്ട് പോകണോ, ഇങ്ങോട്ട് പോകണോ, എങ്ങോട്ടും പോകാൻ പാടില്ലേ എന്നൊക്കെ ആര് തീരുമാനിക്കും? ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് ആണ് തീരുമാനിക്കുന്നത്. അപ്പോ ഈ ഡയറക്ഷണൽ കൺട്രോൾ വാൽവിന്റെ ഒരു ഫിഗർ ഞാൻ ഇവിടെ കാണിച്ചു തരാം. നമ്മൾ ആദ്യത്തെ ഒരു ക്ലാസ്സിലൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഹൈഡ്രോളിക് സിസ്റ്റത്തിന്റെ ഒരു ലൈൻ ഡയഗ്രാം അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇതിന് നിങ്ങളിപ്പോ നോക്കിയേ, ഈ റിസർവോയറിനെ പറ്റിയും അല്ലെങ്കിൽ പമ്പിനെ പറ്റിയും ഈ പ്രഷർ റിലീഫ് വാൽവിനെ പറ്റിയൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ആക്ച്വേറ്റർ എന്ന് പറയുന്ന ആളെയും പഠിച്ചു കഴിഞ്ഞു. സിലബസ് നോക്കുമ്പോൾ അറിയാം ആക്ച്വേറ്റർ എന്ന് പറയുന്ന ആളെ പറയുന്നില്ല. പക്ഷെ ഈ ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് ഒക്കെ പഠിക്കണമെങ്കിൽ നമുക്ക് ഈ ആക്ച്വേറ്ററിന്റെ ആവശ്യം വരും. അത് നിങ്ങൾക്ക് കാണാം. ഏത് ടൈപ്പ് വാൽവ് ഏത് ടൈപ്പ് ആക്ച്വേറ്ററിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതൊക്കെ അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ കാര്യങ്ങൾ അറിയണം. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് എന്ന് പറയുന്നത് ഇയാളാണ്. ഈ കാണുന്ന ഒരാളാണ് എന്ത് ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് എന്ന് പറയുന്നത്. അത് തന്നെ പല ടൈപ്പ് ഉണ്ട്. ഇപ്പൊ ഇത് ഏത് ടൈപ്പിൽ പെടും എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 4/2 ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് ആണെന്ന് പറയും. ഇയാൾ എന്താണ്? ഒരു 4/2 ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് ആണ് ഈ ഫിഗറിൽ കാണുന്നത് എന്ന് ഞാൻ പറയും. സ്വാഭാവികമായിട്ട് സംശയം വരുമല്ലേ, എന്താണ് ഈ 4/2 എന്നൊക്കെ? അത് നമുക്ക് പുറകെ പഠിക്കാം.
ഓക്കെ, അപ്പൊ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ, ഈ പമ്പ് ചെയ്ത് വരുന്ന ഫ്ലൂയിഡിനെ ഏത് ഡയറക്ഷനിലേക്ക്, ഈ ആക്ച്വേറ്ററിന്റെ ഏത് ഭാഗത്തേക്ക് കടത്തി വിടണം എന്ന് തീരുമാനിക്കുന്ന ഇയാളല്ലേ. ഇതേ നിലവിലെ ആ ഒരു ഡയറക്ഷൻ നിങ്ങൾ നോക്കിയേ, ഇതിലേ വന്ന് അയാൾ എന്ത് ചെയ്തു, ഈ പിസ്റ്റന്റെ റോഡ് എൻഡിലേക്കാണ് പ്രഷർ ചെലുത്തുന്നത്. അതേ സമയത്ത് ഇവിടെയുള്ള ആൾ എന്ത് ചെയ്യും, ഇതിലേ വന്ന് എന്ത് ചെയ്യും, നേരെ ഇറങ്ങിയാൽ റിസർവോയറിലേക്ക് പോകും. അപ്പൊ വീണ്ടും ഇനി ഈ രണ്ട് അപ്പ് ആൻഡ് ഡൗൺ ആരോ ആ ഡയറക്ഷനാണ് ഇവിടെ വരുന്നതെങ്കിലോ, അപ്പൊ നമുക്കറിയാം ഇയാളുടെ ഡയറക്ഷൻ മാറി അല്ലെ. പിസ്റ്റന്റെ ആ ഒരു ബ്ലാങ്ക് എൻഡിലേക്കായിരിക്കും ഫ്ലോ വരുന്നത്, പ്രഷർ വരുന്നത് പമ്പിന്റെ. അപ്പൊ ഇവിടെ ഉള്ള ആൾ എന്ത് ചെയ്യണം, ഇതിലേ ഇറങ്ങി, അപ്പൊ ഈ ഡൗൺ ആരോ ഇവിടെ വന്നിട്ടുണ്ടാവും, ഡൗൺ ആരോ ഇവിടെ വന്നിട്ടുണ്ടാവും, ആ ഡൗൺ ആരോ വഴി എന്ത് ചെയ്യുന്നു, ഇറങ്ങിപ്പോകുന്നു. അപ്പൊ ആക്ച്വേറ്ററിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടു ആൻഡ് ഫ്രോ മോഷൻ നമ്മൾ ആക്ച്വേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഈ ഡയറക്ഷണൽ കൺട്രോൾ വാൽവിന്റെ സഹായത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യണം, പ്രഷറൈസ് ചെയ്ത് വരുന്ന ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് ഓയിലിന്റെ ഡയറക്ഷൻ മാറ്റി മറിച്ച് നമ്മൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അത് തന്നെയാണ് എന്ത്, ഒരു ഡയറക്ഷണൽ കൺട്രോൾ വാൽവിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് കൺട്രോൾസ് ദ ഡയറക്ഷൻ ഓഫ് ദി ഫ്ലോയിങ് ഫ്ലൂയിഡ്. ഇനി ഈ ഡയറക്ഷണൽ കൺട്രോൾ വാൽവിനെ ക്ലാസിഫൈ ചെയ്യാം, പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എത്ര നമ്പർ ഓഫ് പോർട്ട് ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ. പോർട്ട് എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമ്മുടെ ഫ്ലൂയിഡ് എൻട്രി ആ കൺട്രോൾ വാൽവിലേക്ക് എൻറ്റർ ചെയ്യും അല്ലെ, അതുപോലെ തന്നെ ഇറങ്ങിയും പോകും അല്ലെ. അങ്ങനെ കയറാനും ഇറങ്ങാനും എത്ര പോർട്ടുകൾ ഉണ്ട് എണ്ണി നോക്കിക്കഴിഞ്ഞാൽ എത്ര പോർട്ടുകൾ ഉണ്ട്, 2 പോർട്ടാണോ 3 പോർട്ടാണോ 4 പോർട്ടാണോ എണ്ണി നോക്കുക. ഫ്ലൂയിഡിന് കയറാനും ഇറങ്ങാനും ഉള്ള വഴികളെ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ ആണെന്ത്, ഈ നമ്പർ ഓഫ് പോർട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് പോർട്ട് മീൻസ് എൻട്രി ആൻഡ് എക്സിറ്റ് വേ ഓഫ് ദി ഫ്ലൂയിഡ്. ഇനി നമ്പർ ഓഫ് പൊസിഷൻ, എത്ര പൊസിഷനിൽ നമുക്ക് ഇയാളെ ഇടാം, എത്ര പൊസിഷനിൽ ഇയാളെ നമുക്ക് ഇടാം. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഒരു തൊട്ട് മുമ്പത്തെ ആ ഒരു ഫിഗറിൽ ഒരു 4/2 കൺട്രോൾ വാൽവ് ഉണ്ടല്ലേ, 4/2 കൺട്രോൾ വാൽവ്. ഇയാൾക്ക് എത്ര പൊസിഷനാണുള്ളത്, 2 പൊസിഷൻ ഉണ്ട് അല്ലെ. ഒന്ന് നിങ്ങളിപ്പോ ഈ കാണുന്ന പൊസിഷനും ദെൻ നെക്സ്റ്റ് എന്താണ്, ഈ അപ്പ് ആൻഡ് ഡൗൺ ആരോ ഇവിടെ വരും എന്നൊക്കെ പറഞ്ഞില്ലേ, വാൽവിന്റെ അടുത്ത പൊസിഷൻ. അങ്ങനെ 2 പൊസിഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ 3 പൊസിഷനൊക്കെ ഉള്ള വാൽവുകളും ഉണ്ട്. അപ്പോൾ എത്ര നമ്പർ ഓഫ് പൊസിഷൻ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എന്ത് ചെയ്യാം, DCV അഥവാ ഡയറക്ഷണൽ കൺട്രോൾ വാൽവിനെ എനിക്ക് അവിടെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ അടുത്തത് ആക്ച്വേറ്റിംഗ് മെത്തേഡ്സ്, അതായത് ഈ വാൽവിനെ ആക്ച്വേറ്റ് ചെയ്യണ്ടേ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താണ്, ഈ ആരോ ഇവിടെ വരും എന്നൊക്കെ പറഞ്ഞല്ലേ, അങ്ങനെ വാൽവിന്റെ പൊസിഷൻ മാറ്റുന്നതിനാണ് വാൽവിനെ ആക്ച്വേറ്റ് ചെയ്യാന്ന് പറയാം. അങ്ങനെ വാൽവിനെ ആക്ച്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും ഒരു ലിവറോ എന്തെങ്കിലും ഒരു മെക്കാനിസം കാണും ഇവിടെ. അങ്ങനെ ഏത് രീതിയിലാണ് വാൽവിനെ മൂവ് ചെയ്യിക്കുന്നത് അഥവാ ആക്ച്വേറ്റ് ചെയ്യിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ 4 നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാണ് മാനുവലി ഓപ്പറേറ്റഡ്. മാനുവലി ഓപ്പറേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരാൾ നിന്നിട്ട്, ഒരു പെഡലാണെങ്കിൽ അയാൾ കാലുകൊണ്ട് ചിലപ്പോൾ ചവിട്ടിയായിരിക്കും അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഒരു ഹാൻഡിലാണെങ്കിൽ ചിലപ്പോൾ അയാൾ കൈ വെച്ചിട്ടായിരിക്കും അയാൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. എങ്ങനെയായാലും ഒരു മനുഷ്യൻ നിന്നുകൊണ്ട് അല്ലെങ്കിൽ മാനുവലി ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഒരു ക്ലാസിഫിക്കേഷൻ. അപ്പൊ നമുക്ക് പറയാം യൂസിങ് ലിവേഴ്സ്, ലിവർ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ പെഡൽ എന്നൊക്കെ പറയാം, പെഡൽ ഉള്ള ആൾക്കാരെയൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാനുവലി ഓപ്പറേറ്റഡ് എന്ന് പറഞ്ഞ അയാളെ ക്ലാസിഫൈ ചെയ്യാം. വീണ്ടും അടുത്താണ് മെക്കാനിക്കലി ഓപ്പറേറ്റഡ്. ഈ 2 പേരും പ്രത്യേകം ശ്രദ്ധിച്ചോളണം. മാനുവലിയും മെക്കാനിക്കലും പലർക്കും തിരിഞ്ഞു പോകുന്നതാണ്, രണ്ടും ഡിഫറെന്റ് ആണ്, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. മാനുവലി എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ഡയറക്റ്റ് ചെയ്യുന്നതാണ്, ഒരു മനുഷ്യൻ ഡയറക്റ്റ് ചെയ്യുന്നതാണ് മാനുവലി എന്ന് പറയുന്നത്. അയാളുടെ കൈയോ കാലോ അവിടെ ഡയറക്റ്റ് എന്തുണ്ടാവും, ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ആക്ച്വേറ്റിംഗ് മെക്കാനിസമായിട്ട് അവിടെ ഒരു കോണ്ടാക്ട് ഉണ്ടാവും. ദെൻ മെക്കാനിക്കലി ഓപ്പറേറ്റഡ് എന്ന് പറയുമ്പോൾ യൂസിങ് ക്യാം അല്ലെങ്കിൽ റോളേഴ്സ് വീൽസ് അങ്ങനെയുള്ള എന്താണ് ഒരു സർക്കുലർ ഷേപ്പ് ഉള്ള ആൾക്കാരെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ മെക്കാനിക്കലി ഓപ്പറേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ എഞ്ചിന്റെ ഒക്കെ വാൽവ് ഇല്ലേ, എഞ്ചിന്റെ ഒക്കെ വാൽവ് നമ്മൾ ഒരു ക്യാം ഷാഫ്റ്റിലെ ക്യാം വെച്ചിട്ടൊക്കെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല, ഓപ്പൺ ചെയ്യുന്നു ക്ലോസ് ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്യാം ഓപ്പറേറ്റഡ് വാൽവുകളല്ലേ നമ്മൾ അവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതൊക്കെ എന്താണ്, മെക്കാനിക്കലി ഓപ്പറേറ്റഡ് വാൽവുകളാണെന്ന് പറയാം. അതുപോലെ തന്നെ ഒരു ഡയറക്ഷണൽ കൺട്രോൾ വാൽവിനെ ക്യാമുകളോ റോളറുകളോ വീൽസോ ഒക്കെ ഉപയോഗിച്ചിട്ട് ആണ് നിങ്ങൾ ഈ പറയുന്ന പൊസിഷൻ മാറ്റുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് മെക്കാനിക്കലി ഓപ്പറേറ്റഡ് ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് ആണെന്ന് പറയാം. ദെൻ ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റഡ്, അതായത് ഹൈഡ്രോളിക് ഫ്ലൂയിഡിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ആക്ച്വേഷൻ നടത്തുന്നതെങ്കിൽ, ഹൈഡ്രോളിക് പവർ ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നതെങ്കിൽ, മെക്കാനിക്കലോ മാനുവലി അല്ല, ഹൈഡ്രോളിക് പവർ വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റഡ് ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് എന്ന് പറയും. വീണ്ടും ലാസ്റ്റ് വൺ ആണ് സോളിനോയിഡ് ഓപ്പറേറ്റഡ്. അതായത് ഒരു ഇലക്ട്രിക്കൽ പവറിന്റെ സഹായത്തോടു കൂടിയാണെങ്കിൽ, ഒരു ഇലക്ട്രിക്കൽ പവറിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എനിക്ക് എന്ത് പറയാം, സോളിനോയിഡ് ഓപ്പറേറ്റഡ് എന്ന് പറയാം. ഓക്കെ, നമ്മൾ എനർജൈസ് ചെയ്യുക, ഡി എനർജൈസ് ചെയ്യുക എന്നൊക്കെ പറയൂലേ, സോളിനോയിഡ് സ്വിച്ചുകളൊക്കെ എനർജൈസ് ചെയ്യുക, ഒരുപാട് അകത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല, അത് ഡി എനർജൈസ് ചെയ്യുക എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ എന്താണ്,
ഒരു മാഗ്നറ്റ് വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ ആയിരിക്കും. അപ്പൊ അത് അവിടെ എന്താണ് ഈ പറയുന്ന വാൽവിന് ഒരു മൂവ്മെന്റ് ആയിരിക്കും ഈ പറയുന്ന ഒരു എനർജൈസേഷൻ മെത്തേഡോ അല്ലെങ്കിൽ ഡി എനർജൈസ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്നത്. അതാണ് സോളിനോയിഡ് ഓപ്പറേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് ടൈപ്പ് ഓഫ് സ്പൂളിന്റെ അടിസ്ഥാനത്തിൽ. അതായത് ഈ വാൽവിന്റെ അകത്ത് ഉള്ള ഒരു കമ്പോണന്റ് ആണ് സ്പൂൾ എന്ന് പറയുന്നത്. ഞാൻ ഫിഗർ കാണിച്ചു തരാം. ആ സ്പൂളിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. സ്പൂളിന്റെ മോഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. സ്ലൈഡിംഗ് ആണോ അല്ലെങ്കിൽ കറങ്ങുന്ന ആളാണോ, റോട്ടറി ആണോ? ഈ സ്പൂളിന്റെ മോഷൻ വെച്ചിട്ടാണ് വാൽവിന്റെ പോർട്ടുകൾ ഓപ്പൺ ആവുന്നത്. നമ്മളിവിടെ പറഞ്ഞില്ലേ നമ്പർ ഓഫ് പോർട്ട് എണ്ണി നോക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ. ഈ പോർട്ട് എന്ന് പറയുന്ന ആള് എന്താണ് ഓപ്പൺ ആക്കുന്നതും ക്ലോസ് ആക്കുന്നതും ആരാണ്? സ്പൂൾ എന്ന് പറയുന്ന ആളാണ്. അങ്ങനെ ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനും രണ്ട് രീതികളാണ് അയാൾക്കുള്ളത്. ഒന്നുകിൽ സ്ലൈഡിങ് ചെയ്യുന്നത് വഴി, അയാൾ അതിന്റെ ഇടയിൽ കിടന്നിട്ട് സ്ലൈഡ് ചെയ്യുന്നത് വഴി പോർട്ടുകൾ ഓപ്പൺ ആവാം ക്ലോസ് ആവാം. അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് മോഷൻ കൊണ്ടും എന്ത് ചെയ്യാം, ഈ പറയുന്ന എന്താണ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ആക്ഷൻ അവിടെ നടക്കാം. അപ്പൊ എന്താണ് ഈ സ്പൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ഫിഗർ കാണിച്ചു തരാം. ഒരു വൃത്തിയുള്ള ഫിഗർ കാണിക്കാം. അതെ, നമുക്ക് പഠിക്കാനുള്ള കേട്ടോ. ഒരു സ്ലൈഡ് സ്കിപ്പ് അടിച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ തിരിച്ചു പോകും. ഈ പറയുന്ന ആളെയാണ് സ്പൂൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു സിലിണ്ടറിന്റെ അകത്ത് നമ്മൾ പിസ്റ്റൺ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു വാൽവിന്റെ അകത്തുള്ള ആ ഒരു പിസ്റ്റൺ ലൈക്ക് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ എന്ത് സ്പൂൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്പൂൾ, SPOOL, സ്പൂൾ എന്ന് പറയുന്നത്. ദെൻ ഈ സ്പൂളിന്റെ മോഷൻ അതാണ് നമ്മൾ പറഞ്ഞത്. ഇയാൾക്ക് വേണമെങ്കിൽ ഒരു ലീനിയർ മോഷൻ ആവാം. ആ ലീനിയർ മോഷൻ അല്ലെങ്കിൽ ഒരു റൊട്ടേറ്റിംഗ് മോഷൻ. റോട്ടറി ആവുമ്പോൾ ഇവിടെ ഈ ഡിസൈൻ അല്ല, ഡിസൈൻ മാറും. ഓക്കെ, ഇതിപ്പോ ഒരു ലീനിയർ മോഷൻ ആണ് ഈ സ്പൂളിന് കിട്ടുക. അപ്പൊ രണ്ട് മോഷൻ എന്ന് മനസ്സിലാക്കുക. ഒന്നുകിൽ എന്താണ് ഒരു ലീനിയർ മോഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഒരു റോട്ടറി മോഷൻ ആയിരിക്കും സ്പൂളിന് ഉണ്ടാവുക. എന്താണ് മോഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ മോഷൻ കൊണ്ടായിരിക്കും ഈ കാണുന്ന പോർട്ടുകൾ ഓപ്പൺ ആവുന്നതും ക്ലോസ് ആവുന്നതും. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. നമ്മൾ ഈ പറയുന്ന വാൽവുകൾ അല്ലെങ്കിൽ ഡയറക്ഷണൽ കൺട്രോൾ വാൽവുകൾ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. എത്ര എണ്ണം പോർട്ട് ഉണ്ട്, എത്ര പൊസിഷനിൽ വാൽവിനെ ഇടാം, ഏത് രീതിയിലാണ് ആക്ച്വേറ്റ് ചെയ്യുന്നത്, ടൈപ്പ് ഓഫ് സ്പൂള്. ഓക്കെ, അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണോ? ഈ പേരുകൾ, ഈ നമ്പർ ഓഫ് പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. 4/2 എന്ന് പറഞ്ഞാൽ എന്താണ് 4, എന്താണ് 2? 3/2 എന്താണ് 3, എന്താണ് 2? അതൊക്കെ പുറകെ വരും. ദെൻ ആക്ച്വേറ്റിംഗ് മെത്തേഡ്സ് താഴെ പറയുന്നതിൽ ഏതാണ് മാനുവലി ഓപ്പറേറ്റഡ് ആൻഡ് യൂസിങ് ക്യാം, യൂസിങ് ലിവർ എന്നൊക്കെ പറഞ്ഞിട്ട് തരും. നേരെ തിരിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ തന്നിട്ട് ഇത് മാനുവലി ആണോ മെക്കാനിക്കലി ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് അതും ചോദ്യങ്ങൾ വരാം. ഈ രണ്ടുപേരെ പ്രത്യേകം പഠിക്കുക, മാനുവലിയും മെക്കാനിക്കലും. തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും നമുക്ക് ഒരുപാട് ടൈപ്പ് വാൽവുകൾ ഉണ്ടെങ്കിലും ഏറ്റവും കോമൺ ആയിട്ടുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും 4 പേരാണ് ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന 4/2 വാൽവ് കിടക്കണണ്ട. അതുപോലെ തന്നെ 2/2 വാൽവ് ഉണ്ട്, 3/2 വാൽവ് ഉണ്ട്, 4/3 വാൽവ് ഉണ്ട്. 2/2, 3/2, 4/2, 4/3. ഇത് കൂടാണ്ട് 5/2 എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കഥകളൊക്കെ ഉണ്ട് കേട്ടോ. അതിലൊക്കെ ഒന്നും പോകണ്ട. ഏറ്റവും കോമൺ ആയിട്ടും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടും വരുന്നത് ഈ 4 ആൾക്കാരാണ്. അപ്പൊ എന്താണ് ഒരു 2/2, 3/2 എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. എന്താണ് 2, എന്താണ് 2? ഈ പറയുന്ന 2 എന്താണ്, ഈ പറയുന്ന 2 എന്താണ്? ഫസ്റ്റ് നമ്പർ ഉദ്ദേശിക്കുന്നത് പോർട്ടുകളുടെ എണ്ണമായിരിക്കും. ശ്രദ്ധിക്കുക, ഫസ്റ്റ് നമ്പർ ഉദ്ദേശിക്കുന്നത് പോർട്ടുകളുടെ എണ്ണമായിരിക്കും. രണ്ടാമത്തെ നമ്പർ ഉദ്ദേശിക്കുന്നത് പൊസിഷൻ ആയിരിക്കും. എത്ര പൊസിഷനിൽ വാൽവിനെ ഇടാം. ഓക്കെ, അപ്പോ എന്താണ് 2 പോർട്ടും 2 പൊസിഷനിലും ആ വാൽവിനെ ഇടാൻ പറ്റുമെങ്കിൽ ഞാൻ എന്ത് പറയും? അത് 2/2 വാൽവ് ആണെന്ന് പറയും. അതാണ് എഴുതി വെച്ചേക്കണേ. എ DC വാൽവ്, എ ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് വിത്ത് 2 ways or 2 ports. രണ്ടൊന്നല്ലേ, 2 പോർട്ട് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഫ്ലൂയിഡിന് കയറി ഇറങ്ങാൻ 2 വഴികൾ ഉണ്ട് എന്നുള്ള അർത്ഥം കൂടിയാണ്. അതുകൊണ്ടാണ് 2 ways or 2 port and 2 position. 2 പൊസിഷനിൽ ഇടാം. ഇനി 3/2 ആണെങ്കിലോ 3 വഴികൾ അല്ലെങ്കിൽ 3 പോർട്ട് 2 പൊസിഷൻ. അതാണ് കണ്ട 3 ways or 3 ports and 2 position. അതിൽ 4/2 ആണെങ്കിലോ 4 വഴികൾ അല്ലെങ്കിൽ 4 പോർട്ട് ദെൻ 2 പൊസിഷൻ. 4/3 ആണെങ്കിലോ 4 വഴികൾ ഓർ 4 പോർട്ട് ആൻഡ് 3 പൊസിഷനിൽ നമുക്ക് ആ വാൽവിനെ ഇടാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് 2/2 ഉദ്ദേശിക്കുന്നത്, എന്താണ് 3/2 ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മാർക്ക് പിടിക്കാം. വലിയ ചോദ്യങ്ങളൊന്നും ഈ ഭാഗത്ത് നിന്ന് കാണാറില്ല കേട്ടോ പൊതു എക്സാമുകൾക്ക്. ഫ്ലൂയിഡ് പവർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വലിയ ചോദ്യങ്ങളൊന്നും കാണാറില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ഡെപ്തിലേക്കും ഇതിന് പോകാൻ സാധ്യതയില്ല. ചോദിക്കാനുള്ള സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ 2/2 വേ DC വാൽവിനെ പറ്റിയാണ് പറയുന്നത്. 2/2 വേ DC വാൽവ്, അതായത് ഇപ്പൊ നിങ്ങൾ ഒരു ഫിഗർ കാണുന്നില്ലേ, ഈ ഫിഗർ ആണ് നമ്മളുടെ 2/2 വേ DC വാൽവ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ 2/2 ഉദ്ദേശിക്കുന്നത്? 2 പോർട്ട് ഉണ്ടല്ലേ, 2 പോർട്ടാണ് 2 ഉദ്ദേശിക്കുന്നത്. നോക്കിയേ, ഒരു പോർട്ട് ഇവിടെ കാണാം, P എന്ന് പറയുന്ന ഒരു പോർട്ട് കാണാം, A എന്ന് പറയുന്ന രണ്ടാമത്തെ പോർട്ട് കാണാം. വേറെ എവിടെയും പോർട്ട് ഇല്ല, 2 എണ്ണം ഉണ്ട്.
ദെൻ രണ്ട് പൊസിഷനിൽ നിങ്ങൾക്ക് ഈ വാൽവിനെ അറേഞ്ച് ചെയ്യാം. ഒന്ന് നിങ്ങളിപ്പോ ഈ കാണുന്ന പൊസിഷൻ, ഈ പൊസിഷനിൽ എന്താ സംഭവിക്കുന്നത്? ഈ പോർട്ടിൽ നിന്നും ആരോ മാർക്ക് ശ്രദ്ധിക്കാട്ടോ, ഈ പോർട്ടിൽ നിന്നും കയറി വരുന്ന ഫ്ലൂയിഡ് ഇതിലെ ഇറങ്ങി പോകുന്നുണ്ട് അല്ലെ. അത് ഈ പറയുന്ന വാൽവിന്റെ പൊസിഷൻ വഴി കിട്ടുന്നതാണ് ആ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. ദെൻ ഈ സ്പൂൾ എന്ന് പറയുന്ന ആളെ ഒരു സ്പ്രിംഗ് പ്രഷറിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് തള്ളി പിടിച്ചേക്കണം അല്ലെ. ഇവിടെ ആയിരിക്കും നമ്മൾ ആക്ച്വേറ്റിംഗ് മെക്കാനിസം കൊടുക്കുക. മാനുവലി ഓപ്പറേറ്റഡോ, മെക്കാനിക്കലി ഓപ്പറേറ്റഡോ, ഹൈഡ്രോളിക്കലി ഓപ്പറേറ്റഡോ, സോളിനോയിഡ് ഓപ്പറേറ്റഡോ എന്ന് പറഞ്ഞിട്ടൊരു സാധനം കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ, അത് എവിടെയാണ്? ഈ ഭാഗത്താണ് കൊടുക്കുന്നത്. അത് എന്തിനാ കൊടുക്കുന്നത്? ഈ സ്പൂളിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ഒരു സ്പ്രിംഗ് ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ പറയുന്ന മെക്കാനിസം വർക്ക് ചെയ്യുന്നത്, തള്ളി പിടിച്ചേക്കാണല്ലേ. അതിനുശേഷം ആ ഒരു ക്യാം ആണെങ്കിൽ ആ ക്യാം തിരിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യും? ഇയാൾ നേരെ സ്പ്രിംഗിന്റെ എഫക്ട് കാരണം തിരിച്ചു പോരും. അങ്ങനെ തിരിച്ചു പോരുമ്പോ എനിക്ക് അടുത്ത പൊസിഷൻ കിട്ടും. ഈ സ്പൂൾ എന്ന് പറയുന്ന ആൾ ഏതാണ്ട് ഇവിടെ വരും. ഇവിടെ വന്നിങ്ങനെ നിൽക്കും. അപ്പൊ രണ്ടാമത്തെ പൊസിഷനായി. എന്താണ് രണ്ടാമത്തെ പൊസിഷന്റെ പ്രത്യേകത? ഇവിടെ നിന്നും വരുന്ന ആ ഒരു ഫ്ലൂയിഡ് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യില്ല, ഇപ്പുറത്തേക്ക് കടന്നു പോകില്ല. ശരിയല്ലേ? ഓഫ് ആയി. ആദ്യം ഓൺ പൊസിഷൻ, ഇപ്പോ ഓഫ് പൊസിഷൻ. മനസ്സിലാകുന്നതായിരിക്കണം. ഇനി എന്താണ് ഈ പോർട്ട് പിയും പോർട്ട് എയും ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് മനസ്സിലാക്കാട്ടോ. പോർട്ട് പി എന്ന് പറയുന്നത് പമ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. പി എന്ന് പറയുന്ന ലെറ്റർ എന്താണ്? പമ്പിനെയാണ്, അല്ലെങ്കിൽ പമ്പ് പോർട്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഇൻലെറ്റ് പോർട്ട്. എന്താണ്? ഇവിടെ എവിടെയോ ഒരു പമ്പ് ഉണ്ട്. ആ പമ്പ് ചെയ്ത് വരുന്ന പ്രഷർ കൂടിയ ആളാണ് ഈ പോർട്ടിലേക്ക് കയറുന്നത്. അതാണ് പോർട്ട് പി എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എ എന്ന് പറയുന്ന ലെറ്റർ, അല്ലെ പുറകിന് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ബി എന്ന് പറയുന്ന ലെറ്റർ കാണും. എ ബി പോലുള്ള ലെറ്ററുകളെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അതെന്താണ്? സിലിണ്ടർ പോർട്ടാണ്. സിലിണ്ടർ പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡയറക്ഷണൽ കൺട്രോൾ വാൽവിൽ നിന്നും ഇയാൾക്ക് എങ്ങോട്ടാ പോകേണ്ടത്? നമ്മുടെ ആക്ച്വേറ്ററിലേക്കാണല്ലേ പോകേണ്ടത്. ആക്ച്വേറ്ററിന്റെ ഭാഗത്തേക്കാണ് അയാൾക്ക് പോകേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും എ എന്ന് പറയുന്നത് ഈ പറയുന്ന ആക്ച്വേറ്റർ, കോമൺ ആയിട്ട് ലീനിയർ ആക്ച്വേറ്റർ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് എന്ത് സിലിണ്ടർ പോർട്ട് എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് പേര് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ എന്താണ് ഇയാളുടെ ആപ്ലിക്കേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓൺ ഓഫ് ആപ്ലിക്കേഷൻ ആണ്. ഒന്നുകിൽ ഓൺ ചെയ്യുക. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ എന്താണ്? ഓൺ പൊസിഷനിലാണ് കിടക്കുന്നത് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞാൽ സ്പൂൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അയാൾ എന്തായി? ഓഫ് പൊസിഷനായിട്ട് മാറും. അങ്ങനെ രണ്ട് പൊസിഷനാണ് ഇയാളെ കൊണ്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണത് രണ്ട് പോർട്ട് രണ്ട് പൊസിഷൻ എന്ന് പറയാനായിട്ട് കാരണം. ഇനി എന്താണ് ഇയാളുടെ ആപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാല് എമർജൻസി സിറ്റുവേഷൻസിലാണ്. അതായത് നമുക്ക് ഓടിച്ചെന്നിട്ട് പെട്ടെന്ന് നമ്മുടെ സിസ്റ്റം, ആ കംപ്ലീറ്റ് സിസ്റ്റം ഉണ്ടല്ലോ, ഹൈഡ്രോളിക് സിസ്റ്റം, ആ സിസ്റ്റത്തെ പെട്ടെന്ന് നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യണം, പെട്ടെന്ന് നമുക്ക് ഓഫ് ചെയ്യണം. എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ പെട്ടെന്ന് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പമ്പിൽ നിന്നുള്ള ഈ സപ്ലൈനെ നമുക്ക് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന 2x2 DC വാൽവിനെ ഉപയോഗിക്കുന്നത്. 2x2 DC വാൽവ്. ഓക്കെ കേട്ടോ, ഒരു കോമൺ പർപ്പസ് അല്ല. എന്താണ് ഇയാള് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സിലിണ്ടറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് മാറ്റാൻ വേണ്ടിയിട്ടല്ല മെയിൻ ആയിട്ട് ഇയാൾ ഉപയോഗിക്കുന്നത്. എന്തിനാ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്? എമർജൻസി സിറ്റുവേഷനിൽ എനിക്ക് എന്ത് ചെയ്യണം? ഇയാളെ ഓഫ് ചെയ്യണം. അപ്പൊ സാധാരണ രീതിയിൽ ഇയാൾ എപ്പോഴും എന്തായിരിക്കും? ഓൺ പൊസിഷനിലായിരിക്കും. വർക്ക് നടക്കുമ്പോഴൊക്കെ ഇയാൾ എന്തായിരിക്കും? ഓൺ പൊസിഷനിലായിരിക്കും കിടക്കുക. എപ്പോഴെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനിൽ എനിക്ക് ഇയാളെ ഓഫ് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഈ പറയുന്ന ആക്ച്വേറ്റിംഗ് മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യും? സ്പൂളിന് ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് ഞാൻ അയാളെ ഓഫ് ചെയ്യും. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 2x2 വാൽവിന്റെ ആപ്ലിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എമർജൻസി സിറ്റുവേഷനിൽ ഓഫ് ചെയ്യുക. രണ്ട് പൊസിഷൻ, ഒന്നുകിൽ ഓൺ അല്ലെങ്കിൽ ഓഫ്. ഓക്കെ, ദെൻ അയാളുടെ സിമ്പിള് ശ്രദ്ധിക്കാട്ടോ. സിമ്പിൾ നമുക്ക് സെപ്പറേറ്റ് ഏറ്റവും അവസാനം ഒന്നുകൂടി നമുക്ക് പഠിക്കാനുണ്ട്, കമ്പയർ ചെയ്ത് പഠിക്കാനുണ്ട്. ഇതിന്റെ കൂടെ ഞാനത് പറഞ്ഞു പോയാണ്, ശ്രദ്ധിക്കുക. അപ്പൊ ഒരു 2x2 വാൽവിന്റെ സിമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. സിമ്പിളൊക്കെ വെച്ചിട്ട് ചോദിക്കാം, താഴെ പറയുന്ന സിമ്പിള് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഒരു ഓഫ് പൊസിഷൻ. ഈ പി എന്ന് പറയുന്ന ആരാണ്? പമ്പ് പോർട്ട്. എ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ സിലിണ്ടർ പോർട്ട്, ആക്ച്വേറ്ററിലേക്കൊക്കെ പോകുന്ന അല്ലെങ്കിൽ ആ മെയിൻ ലൈനിലേക്ക് പോകുന്നു എന്ന് പറയുന്ന ആള്. അപ്പൊ നിലവിൽ നിങ്ങൾക്ക് കാണാം, പമ്പ് പോർട്ടിൽ നിന്ന് വരുന്ന ആള് ഇവിടെ എത്തി നിൽക്കും. അങ്ങോട്ട് ചാടാൻ പറ്റില്ല അല്ലെ, ഒരു കണക്ഷൻ ഇല്ല അല്ലെ. ഇതാണ് ഓഫ് പൊസിഷൻ. ദെൻ ഓൺ പൊസിഷനിൽ എന്ത് ചെയ്യണം? ഈ ആരോ രണ്ടാമത്തെ പൊസിഷൻ, ഇയാളെ നീക്കിയാൽ എന്ത് ചെയ്താൽ മതി? ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായി? അവിടെ ഒരു വഴി എനിക്ക് അവിടെ തുറന്നു കിട്ടും. ഓൺ പൊസിഷൻ എന്ന് എനിക്ക് അവിടെ പറയാം. അപ്പൊ ഇതെന്താണ് സാധനം കാണുന്നത്? ഒരു 2x2 വാൽവിന്റെ സിമ്പിൾ ആണെന്നുള്ളത് മനസ്സിലാക്കുക. അയാൾ ജസ്റ്റ് ഒരു അനിമേഷൻ ആണോ. പ്രഷർ പോർട്ട്, പമ്പിൽ നിന്നുള്ള ആളാണ് കേട്ടോ നിലവിൽ മോളിൽ കാണിച്ചിരിക്കുന്നത്. ദെൻ പോർട്ട് എ എന്ന് പറഞ്ഞിട്ട് സിലിണ്ടർ പോർട്ട് കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇതിപ്പോ ഒരു മാനുവലി ഓപ്പറേറ്റഡ് ആണ് കണ്ടോ, ഒരു കൈ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നമ്മൾ എന്ത് ഓഫ് ചെയ്തു, ഈ പോർട്ടിനെ അവിടെ ക്ലോസ് ചെയ്ത് കളഞ്ഞു, ഓഫ് ചെയ്തല്ലേ. അപ്പൊ ആ ഒരു ഓൺ പൊസിഷൻ മാറിയിട്ട് അയാൾ ഓഫ് പൊസിഷനിലേക്ക് വന്നു. ഓക്കെ, ഇതാണ് ഒരു 2x2 പൊസിഷൻ വാൽവ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ആളാണ് 3x2 DC വാൽവ്. 3x2 DC വാൽവ് എന്ന് പറയുന്ന ആള്.
സ്വാഭാവികമായിട്ടും എന്തായിരിക്കും 3 പോർട്ടുകളും 2 പൊസിഷനും ആയിരിക്കും അയാളുടെ അറേഞ്ച്മെന്റ്. 3 പോർട്ടുകൾ ഉണ്ടോ എന്ന് എണ്ണി നോക്കണം. 2 പൊസിഷനിലാണോ ഇടാൻ പറ്റുന്നത് നോക്കിക്കഴിഞ്ഞാൽ അയാൾ എന്താണ് 3/2 വേ ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് ആണെന്ന് പറയാം. അപ്പൊ നിങ്ങൾ നോക്കുക, അയാളുടെ ഒരു ഫിഗർ ആണ് നിങ്ങൾ ഈ കാണുന്നത്. എന്താ കാണാം? ഒരു പമ്പ് പോർട്ട് അഥവാ ഇൻലെറ്റ് പോർട്ട് കാണാം. ഇവിടെ നിന്നായിരിക്കും സ്വാഭാവികമായിട്ട് ആര് കടന്നു വരുന്നത്? പമ്പ് ചെയ്യുന്ന ഫ്ലൂയിഡ് കടന്നു വരാനായിട്ട് പോകുന്നത്. ദെൻ എ എന്ന് പറയുന്ന ആരാണ്? സിലിണ്ടർ പോർട്ടാണ് അല്ലെ? സിലിണ്ടർ പോർട്ടാണ് എ എന്ന് പറയുന്നത്. ദെൻ ടി എന്ന് പറയുന്നത് മനസ്സിലാക്കുക, ടാങ്ക് പോർട്ടാണ്. ടാങ്ക് പോർട്ട് ടി എന്ന് പറയുന്നത് ടാങ്ക് പോർട്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ടാങ്ക് പോർട്ട് എന്ന് പറഞ്ഞാല്. ടാങ്ക് പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു റിസർവോയർ അല്ലേ? നമ്മുടെ പമ്പ് ചെയ്തെടുക്കുന്ന ഒരു പ്രത്യേക ഒരു സ്റ്റോറേജ് ടാങ്കിൽ നിന്നല്ലേ? ആ സ്റ്റോറേജ് ടാങ്കിലേക്ക് തിരിച്ചു പോകുന്ന വഴിയാണ്. സ്റ്റോറേജ് ടാങ്കിലേക്ക് എന്ത് ചെയ്യണം? ഫ്ലൂയിഡിന് തിരിച്ചു പോകാനുള്ള വഴിയാണ് എന്ത്? ഈ ടാങ്ക് പോർട്ട് എന്ന് പറഞ്ഞിവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ. ദെൻ അപ്പൊ 3 പോർട്ട് ഉണ്ട് അല്ലെ? പമ്പിൽ നിന്ന് വരുന്ന പോർട്ട്, സിലിണ്ടറിലേക്ക് പോകുന്ന പോർട്ട്, ടാങ്കിലേക്ക് തിരിച്ചു പോകുന്ന പോർട്ട്. 3 പോർട്ട് ഉണ്ട്. 3 എന്ന് പറയുന്ന നമ്പറിന് തീരുമാനമായി. ഇനി 2 പൊസിഷൻ എന്നാ പറയുന്നത്. 2 പൊസിഷൻ നിങ്ങൾ നോക്കിയേ, 2 പൊസിഷൻ ആണോ നോക്കിയേ. നിലവിൽ കാണുന്ന പൊസിഷൻ എന്താ? പി എന്ന് പറയുന്ന പമ്പ് ചെയ്യുന്ന ആള് പമ്പ് പോർട്ട് വഴി കടന്നു വരുന്നു. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പുറത്തേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. ഇവിടെ ഒരു സ്പൂൾ എന്ന് പറയുന്ന ആൾ അവിടെ തടസ്സം നിൽക്കുകയാണ് അല്ലെ? അപ്പൊ എ എന്ന് പറയുന്ന പോർട്ടിലേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ അതൊരു പൊസിഷനാണ്. ഞാൻ എന്ത് ചെയ്യണം? രണ്ടാമത്തെ ഫിഗർ നോക്കിയേ. ഞാൻ ഇയാളെ ഓപ്പൺ ആക്കുകയാണ്. അതായത് ഇതിനെ ഞാൻ അങ്ങോട്ട് തള്ളും. ഈ പറയുന്ന എന്താണ് പുഷ് ബട്ടണെ ഞാൻ എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് പിടിച്ച് തള്ളും. അപ്പൊ ഈ സ്പ്രിങ്ങിനെ കംപ്രസ് ചെയ്തുകൊണ്ട് ഈ സ്പൂള് ഇങ്ങോട്ട് നീങ്ങും അല്ലെ? ഈ 2 സ്പൂളും നീങ്ങും അല്ലെ? 2 സ്പൂളും നീങ്ങും. അങ്ങനെ 2 സ്പൂളും നീങ്ങും എന്ത് ചെയ്യാണ്? എനിക്ക് രണ്ടാമത്തെ പൊസിഷൻ അവിടെ തുറന്നു കിട്ടുകയാണ് അല്ലെ? പി എന്ന് പറയുന്ന പോർട്ട് വഴി എ എന്ന് പറയുന്ന പോർട്ടിലേക്ക് അയാള് ഇറങ്ങിപ്പോകുന്നു അല്ലെ? വീണ്ടും ഒന്നാമത്തെ പൊസിഷനിൽ ഞാൻ പറയാൻ വിട്ടുപോയി. ഇവിടെ എന്താ നടക്കുന്ന ആ സമയത്ത്? എ എന്ന് പറയുന്ന പോർട്ട് വഴി ആർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ടാങ്കിലേക്ക് ഇറങ്ങിപ്പോകാം. ഈ ഫസ്റ്റ് പൊസിഷനിൽ. രണ്ടാമത്തെ പൊസിഷനിൽ എന്താണ്? പമ്പിൽ നിന്നും സിലിണ്ടറിലേക്ക്. ഈ പൊസിഷനിൽ എന്താണ്? സിലിണ്ടറിൽ നിന്നും തിരിച്ച് ടാങ്കിലേക്ക്. അതാണ് ഈ പറയുന്ന 3/2 വാൽവിന്റെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ഇയാളുടെ സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് കേട്ടോ ഈ കാണുന്നത്. ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. എന്താണ്? 1, 2, 3 പോർട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ്? ടാങ്ക് പോർട്ട് അല്ലെങ്കിൽ പറയുന്ന നമ്മുടെ പമ്പ് പോർട്ട്, പ്രഷർ പോർട്ട് അല്ലെങ്കിൽ സിലിണ്ടർ പോർട്ട് എ എന്ന് പറയുന്ന ആള്. ഈ പറയുന്ന ആൾക്കാരുടെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടുന്ന നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ആളുടെ ആ ഒരു ഫ്ലോ നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാം. ഡയറക്ഷൻ നമുക്ക് ഫ്ലോ അല്ല സോറി ഡയറക്ഷനെ നമുക്ക് അവിടെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് എവിടെയായിരിക്കും ഉപയോഗിക്കുക? ഒരു എന്താണ് സിംഗിൾ ആക്ടിങ് ഹൈഡ്രോളിക് സിലിണ്ടറിലായിരിക്കോ ഡബിൾ ആക്ടിങ് ഹൈഡ്രോളിക് സിലിണ്ടറിലായിരിക്കോ എന്ന് പറയാൻ പറ്റുമോ? ഇതാണ് ഇവിടുത്തെ മെയിൻ ആപ്ലിക്കേഷൻ. ഈ 3/2 വേ വാൽവ് എന്ന് പറയുന്ന ആളെ നമ്മൾക്ക് സിംഗിൾ ആക്ടിങ് ഹൈഡ്രോളിക് സിലിണ്ടറിലാണോ ഉപയോഗിക്കുന്നത്? ഡബിൾ ആക്ടിങ് ഹൈഡ്രോളിക് സിലിണ്ടർ ആക്ച്വേറ്റർ ആയിട്ട് വരുന്ന സാഹചര്യത്തിലാണോ ഉപയോഗിക്കുന്നത്? നിങ്ങൾക്ക് ഒരു ഐഡിയ വെച്ച് പറയാൻ പറ്റുമോ? പറയാമോ? എവിടെയായിരിക്കും? ഞാൻ തന്നെ പറയാം. എവിടെയായിരിക്കും? ഡബിൾ ആക്ടിങ് ആയിരിക്കോ? സിംഗിൾ ആക്ടിങ് ആയിരിക്കും. നമ്മള് പറയുന്നതിലും നല്ല നിങ്ങൾക്ക് ഒരു അനിമേഷൻ കാണിച്ചു തരാം. ശ്രദ്ധിക്കാട്ടോ. അപ്പൊ ഈ അനിമേഷൻ ഫസ്റ്റ് ഒന്ന് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. ശ്രദ്ധിക്കുക. ഒരു സിംഗിൾ ആക്ടിങ് സിലിണ്ടർ ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ കാണുന്നത് ഒരു സിംഗിൾ ആക്ടിങ് സിലിണ്ടർ ആണ്. ഒരു സിലിണ്ടറും ഒരു പിസ്റ്റണും നിങ്ങൾക്ക് കാണാം. സിംഗിൾ ആക്ടിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പിസ്റ്റന്റെ ഈ ബ്ലാങ്ക് എൻഡിൽ മാത്രമായിരിക്കും ഫ്ലൂയിഡിന്റെ കോണ്ടാക്ട് വരാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പൊ നിലവിൽ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ കാണാം നോക്കിയേ. ഒരു റിസർവോയർ, ഒരു ടാങ്ക് കാണാം. ദെൻ ഇവിടെ ഒരു പമ്പ് കാണാം. ഈ ടാങ്കിൽ നിന്നും നമ്മൾ പമ്പ് ചെയ്ത് പി എന്ന് പറയുന്ന പ്രഷർ പോർട്ട് ഇവിടെ കാണാം. ദെൻ ഇവിടെ അതേ പ്രഷർ പോർട്ട് തന്നെ പി എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. എ എന്ന് പറയുന്നത് സിലിണ്ടറിലേക്കുള്ള പോർട്ടാണെന്ന്, സിലിണ്ടറുമായിട്ട് കണക്ഷൻ വരുന്ന പോർട്ടാണെന്ന് കാണാം. ഇ എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളെ ടാങ്ക് പോർട്ടാണ് കേട്ടോ. ഈ ഒരു ഡയഗ്രത്തിൽ അത് എന്താണ് ഇ എന്നും പറഞ്ഞാൽ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. ഇ എന്ന് പറയുന്നത് എന്താണ്? ടാങ്ക് പോർട്ടാണെന്നുള്ളത് മനസ്സിലാക്കുക. അത് ടാങ്കുമായിട്ട് കണക്ഷൻ വരാൻ പോകുന്ന പോർട്ടാണെന്ന് അവിടെ മനസ്സിലാക്കുക. ഇനി നിങ്ങൾ ഒരു അനിമേഷൻ ശ്രദ്ധിക്കുക. എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ശ്രദ്ധിക്കാട്ടോ. അതെ, പമ്പിൽ നിന്നും പമ്പ് ചെയ്ത ആള് ഈ പ്രഷർ പോർട്ടിലേക്ക് ഇങ്ങനെ വരികയാണ്. പോകാൻ പറ്റുമോ? ഇല്ല, അവിടെ ക്ലോസ് ആണല്ലേ, പോകാൻ പറ്റുന്നില്ല, ക്ലോസ് ചെയ്ത് നിൽക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഈ വാൽവിനെ ആക്ച്വേറ്റ് ചെയ്യും. ദേ ഇങ്ങോട്ട് പിടിച്ചിട്ടു. അപ്പൊ എന്ത് പറ്റി? ഇതിന്റെ വഴി തുറന്നു കിട്ടി. എ എന്ന് പറയുന്ന സിലിണ്ടർ പോർട്ട് വഴി ആ സിംഗിൾ ആക്ടിങ് സിലിണ്ടറിന്റെ താഴേക്ക് വന്നു. എന്ത് ചെയ്തു? നമ്മുടെ ആക്ച്വേറ്റർ എന്ന് പറയുന്ന പിസ്റ്റൺ എന്ത് ചെയ്യാണ്? മുകളിലേക്ക് പൊങ്ങി.
വീണ്ടും ഞാൻ അടുത്ത പൊസിഷനിലേക്ക് പിടിച്ചിട്ടു. എന്ത് ചെയ്യണേ? ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് അയാൾ ഇതിലേക്ക് കടന്നുപോയി. ഈ പറയുന്ന അടുത്ത സിലിണ്ടർ പോർട്ട് വഴി തന്നെ അയാള് ടാങ്ക് പോർട്ട് വഴി ടാങ്കിലേക്ക് ഇറങ്ങിപ്പോയി. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഒരു സിംഗിൾ ആക്ടിങ് സിലിണ്ടറിലാണെന്ത് 3/2 വാൽവ് എന്ന് പറയുന്ന ആള് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. 3/2 DC വാൽവിന്റെ ആപ്ലിക്കേഷൻ എവിടെയാണ്? ഒരു സിംഗിൾ ആക്ടിങ് സിലിണ്ടറിലാണ്. ഓക്കെ, നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഞാൻ ഇവിടെ വരച്ച് കാണിക്കാം. ഇവിടെ ഒരു സിംഗിൾ ആക്ടിങ് സിലിണ്ടർ ഉണ്ടെന്ന് വിചാരിക്കും. ഇങ്ങനെ ഇതാണ് പിസ്റ്റൺ റോഡ്, ഇതാണ് പിസ്റ്റൺ റോഡ് എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ നിന്നും ഇറങ്ങി എ എന്ന് പറയുന്ന ആള് വഴി ഇതിലെ ഇറങ്ങി ഇയാൾക്ക് ടാങ്ക് പോർട്ടിലേക്ക് പോകാം. ഇവിടെ ഇങ്ങോട്ട് ആക്ഷൻ ഉണ്ടോ? ഇല്ല. എന്താണ്? പമ്പ് പോർട്ട് അവിടെ ക്ലോസ്ഡ് ആണ്. ഇവിടെ നിന്ന് അവിടെ ആക്ഷൻ ഇതിലേക്ക് കിട്ടാനുള്ള സാധ്യത ഇല്ല. കാരണം എന്താണ്? പമ്പ് പോർട്ട് ക്ലോസ്ഡ് ആണ്. ഇനി ഈ ഫിഗർ നോക്കിയേ. ഈ ഫിഗർ നോക്കുന്ന സമയത്ത് എന്താണ്? ഈ പറയുന്ന ടാങ്ക് പോർട്ട് ക്ലോസ് ആണല്ലേ. അപ്പൊ ഈ ഒരു നമ്മൾ നേരത്തെ ഈ ഫസ്റ്റ് പറഞ്ഞ ആക്ഷൻ ഇവിടെ ഇല്ല. ഇവിടെ എന്താണ് ആക്ഷൻ? പമ്പ് പോർട്ട് വഴി എ വഴി കയറി ഇതിന്റെ അകത്തേക്ക് ചെന്നിട്ട് ഈ പിസ്റ്റനെ ഇങ്ങോട്ട് തള്ളാനാണ് ഇവിടെ സാധ്യത. ഓക്കെ, അപ്പൊ ഒരേ പോർട്ട് വഴി എ എന്ന് പറയുന്ന ഒരു സിംഗിൾ പോർട്ട് വഴി തന്നെയാണെന്ത് ഈ പറയുന്ന തള്ളുന്ന ആക്ഷനും എക്സ്റ്റൻഷനും റിട്രാക്ഷൻ നടക്കുന്നതും ഒരേ പോർട്ട് വഴി തന്നെയാണ്. ഒരു സിംഗിൾ ആക്ടിങ് സിലിണ്ടറിലാണ് എന്ത് 3/2 വേ വാൽവ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡൗട്ട്. അപ്പോഴും അവിടെ ഡബിൾ ആക്ടിങ് അല്ലേ സംഭവിക്കുന്നത്? അല്ല, ഫ്ലൂയിഡിന്റെ ആക്ഷൻ ഒറ്റ സൈഡിലേ ഉള്ളൂ. അല്ല സോറി, ഞാൻ പറഞ്ഞതിൽ വ്യത്യാസം ഉണ്ടല്ലേ. നിങ്ങട്ടെ ഒന്നുകൂടെ പറയാം. ഞാൻ പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഞാൻ രണ്ട് സൈഡും പറഞ്ഞല്ലേ. രണ്ട് സൈഡ് അല്ല കേട്ടോ, ഒന്നുകൂടി പറയാം. പറഞ്ഞാ ശ്രദ്ധിച്ചില്ല. അതായത് ഒരു സിലിണ്ടർ, ഒരു പിസ്റ്റൺ അല്ലെ. ഈ ഒരു പൊസിഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഫ്ലൂയിഡ് ഉണ്ട്. ഇപ്പുറത്തില്ല കേട്ടോ, ഇപ്പുറത്തില്ല. ഞാൻ പറഞ്ഞ മിസ്റ്റേക്ക് ആണ്. ഇപ്പുറത്തില്ല. ഇവിടെ മാത്രമാണ് നമ്മളുടെ ഫ്ലൂയിഡ് വരുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു ലൈൻ കണക്ഷൻ വരാൻ പോകുന്നത് ഈ ഒരു ഭാഗത്തേക്ക് മാത്രമായിരിക്കും. ഇപ്പുറത്തേക്ക് ഇല്ല, ഇവിടെ ഇല്ല. ഓക്കെ, ദെൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിന്റെ എവിടെയാണ് പോർട്ട് ഓപ്പൺ ആയിരിക്കുന്നത്? ടാങ്ക് പോർട്ടും സിലിണ്ടർ പോർട്ടും തമ്മിലാണ് കണക്ഷൻ വന്നിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പമ്പിങ് ആക്ഷൻ ഉണ്ടോ? ഇല്ല. ടാങ്കിലേക്ക് ഒഴുകി പോകാനാണ് സാധ്യത അല്ലെ. അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യും? ഇയാൾ ഇവിടെ നിങ്ങോട്ട് ഒഴുകിപ്പോവും. ഇതിലെ ആള് ഒഴുകിപ്പോവും. ദെൻ അടുത്ത ഫിഗർ നോക്കിയേ. അടുത്ത ഫിഗറിൽ എന്തിനാ സാധ്യത? ഇതേ ആള് തന്നെ ഇവിടെ നിൽപ്പുണ്ട്. ദെൻ ഈ ഒരു പോർട്ട് ഇവിടെ കണക്ഷൻ വരുന്നുണ്ട്. ഇപ്പുറത്തേക്ക് ഒന്നുമില്ല, നമ്മുടെ ഫ്ലൂയിഡിന്റെ ആക്ഷൻ ഒന്നും വരുന്നില്ല. ഇവിടെ എന്താണ്? പമ്പ് ചെയ്ത പ്രഷർ കൂടിയ ആള് ഇതിലേ കടന്നു വന്ന് ഈ ഒരു ഭാഗത്ത് നിന്നിട്ട് പിസ്റ്റനെ തള്ളും. അങ്ങനെ തള്ളിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? അയാള് എക്സ്റ്റൻഷൻ. ഇവിടെ എന്തായിരുന്നു? ഇറങ്ങിപ്പോവാനാണ്. പ്രഷർ ഇവിടെ കൂടി നിൽക്കുകയാണ്. അപ്പൊ ടാങ്കിലേക്ക് ഒരു വഴി തുറന്നു കിട്ടുമ്പോൾ അയാൾ അതിലെ ഇറങ്ങിപ്പോവാനാണ് സാധ്യത. റിട്രാക്ഷൻ. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞപ്പോ രണ്ട് വഴി പറഞ്ഞു, സോറി. അത് ഡബിൾ ആക്ടിങ്ങിന്റെ കേസാ. ഇപ്പൊ ഓക്കെ ആണോ? ആക്ടിങ് ആയില്ലേ? പിസ്റ്റന്റെ ബ്ലാങ്ക് എൻഡിൽ മാത്രം ആണ് അവിടെ ആക്ഷൻ വന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ദെൻ അടുത്ത ആളാണ് 4/2 വേ ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് എന്ന് പറയുന്നത്. 4/2 വേ ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്. കൂടുതലായിട്ട് നമുക്ക് ഇനി ഇവിടെ കടിച്ചു നിൽക്കണ്ട. ഇപ്പൊ എന്താണ് 4 എന്നും എന്താണ് 2 എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. അതുപോലെ ഒരു 4/2 വേ വാൽവ് ആണ് നമ്മൾ ആദ്യത്തെ ക്ലാസ് മുതലേ നമ്മൾ ആ ഒരു ഫിഗറിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ്? 4 പോർട്ടുകൾ ഉണ്ടാവും, 2 പൊസിഷൻ ഉണ്ടാവും. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സിമ്പിൾ ഒന്ന് ശ്രദ്ധിച്ചേ. സിമ്പിൾ 1, 2, 3, 4 പോർട്ടുകൾ ഉണ്ട്. ദെൻ 2 പൊസിഷൻ. 1 നിങ്ങളിപ്പോ ഈ കാണുന്നത്, 2 ഈ 2 അപ്പ് ആൻഡ് ഡൗൺ ആരോ ഇവിടെ വരുന്ന കഥകളും നമ്മൾ നേരത്തെ പറയുന്നത്. ദെൻ ഇയാളുടെ ആപ്ലിക്കേഷൻ എവിടെ വരുന്നത്? ഇയാളുടെ ആപ്ലിക്കേഷൻ വരുന്നതാണ് ഡബിൾ ആക്ടിങ് സിലിണ്ടേഴ്സ് അല്ലെങ്കിൽ ബൈ ഡയറക്ഷണൽ മോട്ടേഴ്സ്. ബൈ ഡയറക്ഷണൽ മോട്ടോർ എന്ന് പറഞ്ഞാൽ നമ്മള് എന്താണ് റൊട്ടേറ്റിംഗ് ആക്ച്വേറ്റേഴ്സ് ഉണ്ട്. ആക്ച്വേറ്റർ തന്നെ നിങ്ങളുടെ സിലബസിൽ പറയുന്നില്ല, പിന്നെ നമ്മൾ റൊട്ടേറ്റിംഗിലേക്കും പോയില്ല എന്നേ ഉള്ളൂ. റൊട്ടേറ്റിംഗ് ആക്ച്വേറ്റേഴ്സ് ഉണ്ട്. ഈ ലീനിയർ ആക്ച്വേറ്റേഴ്സ് പോലെ തന്നെ റൊട്ടേറ്റിംഗ് ആക്ച്വേറ്റേഴ്സ് ഉണ്ട്. അവിടെയാണ് ഈ മോട്ടേഴ്സ് വരുന്നത്. ഹൈഡ്രോളിക് മോട്ടർ, ഹൈഡ്രോളിക് പമ്പ് എന്ന് പറയുന്ന പോലെ നേരെ ഓപ്പോസിറ്റ് വർക്ക് ചെയ്യുന്ന ആളാണ് ഹൈഡ്രോളിക് മോട്ടർ എന്ന് പറയുന്നത്. 2 ഡയറക്ഷനിലേക്കും തിരിയാൻ പറ്റുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് ബൈ ഡയറക്ഷനിൽ കൊടുത്തേക്കണേ. ഇപ്പൊ നമ്മളൊരു സിലിണ്ടർ എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, അയാൾക്ക് 2 ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റില്ലേ? അങ്ങോട്ട് മൂവ് ചെയ്യാം, ഇങ്ങോട്ട് മൂവ് ചെയ്യാം. 2 ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു മോട്ടർ അയാൾക്ക് ക്ലോക്ക് വൈസും ആന്റി ക്ലോക്ക് വൈസും തിരിയാൻ പറ്റുമെന്ന് സൂചിപ്പിക്കുന്നതാണെന്ത് ബൈ ഡയറക്ഷണൽ മോട്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അയാൾ എന്താണ്? ഒരു ആക്ച്വേറ്റർ ആണെന്ന് നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ഇയാളൊരു ഡബിൾ ആക്ടിങ് സിലിണ്ടറിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡബിൾ ആക്ടിങ് സിലിണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ആ ഫിഗർ ഞാൻ ഇനി കാണിക്കണോ?
ആ ഒരു ഫസ്റ്റ് ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആളെ പിടികിട്ടും. കണ്ടോ, ഒരു ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ. ഈ പിസ്റ്റന്റെ ബ്ലാങ്ക് എൻഡിലും ദെൻ ഈ റോഡ് എൻഡിലും എന്ത് വരുന്നുണ്ട്, ഫ്ലൂയിഡിന് കോണ്ടാക്ട് വരുന്നുണ്ട്. ദെൻ അടുത്തതാണ് 4/3 വേ ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്. നമ്മൾ നേരത്തെ തൊട്ടു മുമ്പ് കണ്ട 4/2 വാൽവിന്റെ ഒന്നുകൂടി പരിഷ്കരിച്ച രൂപമാണ്. കാരണം എന്താ, 4 പോർട്ടും 2 പൊസിഷന് പകരം 3 പൊസിഷനിൽ നമുക്ക് ഇടാൻ പറ്റും. 3 പൊസിഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇയാളെ ഇടാനായിട്ട് പറ്റും. ഇയാളും എവിടെ തന്നെ ഉപയോഗിക്കുന്നത്, ഡബിൾ ആക്ടിംഗ് സിലിണ്ടർ അല്ലെങ്കിൽ ബൈ ഡയറക്ഷണൽ മോട്ടോഴ്സ് എന്ന് പറയുന്ന ആക്ച്വേറ്റേഴ്സ് ഉപയോഗിക്കുന്ന ഭാഗത്താണ് നമ്മൾ എന്ത് 4/3ഉം 4/2ഉം DCVs ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 3 പൊസിഷൻ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാൽ പോരെ, ബാക്കിയെല്ലാം കോമൺ ആണ്. ABPT എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ 4 പോർട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഈ 2 പൊസിഷൻ 1, 2 അല്ലെ, ഇയാളെ പിടിച്ച് ഇങ്ങോട്ടിട്ടാൽ ഒരു പൊസിഷൻ കിട്ടും, ഇയാളെ പിടിച്ച് ഇങ്ങോട്ടിട്ടാൽ അടുത്ത പൊസിഷൻ കിട്ടും. അതാണ് 2 പൊസിഷൻ. അത് കൂടാതെ ഒരു ന്യൂട്രൽ പൊസിഷൻ ഉണ്ട്. ഒരു ന്യൂട്രൽ പൊസിഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതാണെന്ത് ഈ കാണുന്നത്. എന്താ ന്യൂട്രൽ പൊസിഷൻ എന്ന് പറഞ്ഞാല്, പമ്പ് ചെയ്യുന്ന ആള് അങ്ങോട്ട് പോകുന്നില്ല, അതായത് നമ്മുടെ സിലിണ്ടറിലേക്ക് പോവുകയില്ല. അതുപോലെ തന്നെ അതേ സമയത്ത് ബി എന്ന് പറയുന്ന പോർട്ടിൽ കൂടി തിരിച്ച് ടാങ്കിലേക്ക് പോകാനുള്ള സാധ്യതയും ഇല്ല. ഈ ഒരു ന്യൂട്രൽ പൊസിഷനിലാണ് അയാൾ കിടക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ നമ്മള് എന്താണ് JCB എന്ന് പറയുന്ന ആളെ നമ്മൾ കാണുമ്പോൾ അല്ലെ, JCB എന്ന് പറയുന്ന ഒരാളെ നമ്മൾ കാണുമ്പോൾ അയാൾക്ക് നിങ്ങൾക്ക് കാണാം ഈ പറയുന്ന ആ JCBയുടെ കൈ, ആ ഹാൻഡ് എന്ന് പറയുന്ന ആൾ, ആം എന്ന് പറയുന്ന ആൾ എന്താണ്, അയാൾ താഴേക്ക് വരും. ശരിയല്ല, ഒരു എക്സാമ്പിൾ പറയാം, താഴേക്ക് വരും, അയാൾ മുകളിലേക്ക് പോകും അല്ലെ, ഏറ്റവും താഴേക്കും വരും, ഏറ്റവും മുകളിലേക്കും പോകും. ഇടയിൽ വെച്ച് നമ്മൾ അയാൾ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യും അല്ലെ. ഇടയിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഏതൊരു പർട്ടിക്കുലർ പൊസിഷൻ നമ്മൾ എന്ത് ചെയ്യും, അയാളെ ലോക്ക് ചെയ്യും അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും. എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്, ഒരു സിലിണ്ടറിൽ ഒരു പിസ്റ്റൺ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇങ്ങോട്ടും ഒരു മോഷൻ ഉണ്ട്, ഇങ്ങോട്ടും ഒരു മോഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ 2 മോഷൻ കൊടുക്കുന്നതാണല്ലോ ഈ 1 എന്നും 2 എന്നും ഞാൻ കാണിച്ചിരിക്കുന്ന 2 പൊസിഷൻ. ഓക്കെ, എവിടെയെങ്കിലും എനിക്ക് ഇടക്ക് വെച്ച് നിർത്തണമെങ്കിൽ ഈ പിസ്റ്റനെ ഇടക്ക് വെച്ചിട്ട് എനിക്ക് സ്റ്റോപ്പ് ചെയ്യണം. അതായത് ഈ ഒരു എൻഡിലും അല്ല ഈ ഒരു എൻഡിലും അല്ലാതെ ഇടക്ക് വെച്ച് എനിക്ക് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇവിടത്തെ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ആള് അവിടെ തന്നെ നിൽക്കണം, എങ്ങോട്ടും പോകാനായിട്ട് പാടില്ല. ഇവിടത്തെ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ആളും അവിടെ തന്നെ നിൽക്കണം, എങ്ങോട്ടും പോകാൻ പാടില്ല. ആ 2 ഫ്ലൂയിഡിന്റെയും പ്രഷർ കൊണ്ടായിരിക്കും എന്ത് ഇയാളെ പൊസിഷനിൽ നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ പമ്പിൽ നിന്നും കൂടുതലായിട്ട് തള്ളു വരാനും പാടില്ല, ഉള്ള ആള് ടാങ്കിലേക്ക് ഇറങ്ങിപ്പോകാനും പാടില്ല. ആ പൊസിഷനാണ് നിങ്ങൾ ഈ കാണുന്നത് 4/3 വേ ഡയറക്ഷണൽ കൺട്രോൾ വാൽവ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ DCV എന്ന് പറയുന്ന ആള് നമ്മളവിടെ കഴിയാണ്. നെക്സ്റ്റ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് വാൽവിലേക്ക് നമ്മൾ കടക്കുകയാണ്, ഫ്ലോ കൺട്രോൾ വാൽവ്. ശ്രദ്ധിക്കാട്ടോ, നിങ്ങളുടെ താഴെ പറയുന്നതിൽ ഏതാണ് ഫ്ലോ കൺട്രോൾ വാൽവ്, ഏതാണ് ഡയറക്ഷണൽ കൺട്രോൾ വാൽവ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യണം, തിരിച്ചറിയാനായിട്ട് പറ്റണം. ഈ ഫ്ലോ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലോ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാല് എപ്പോഴും മനസ്സിൽ വരിക, ഡിസ്ചാർജ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഡിസ്ചാർജ് അല്ലെങ്കിൽ വോളിയം, ഫ്ലോ റേറ്റ് എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലോ കൺട്രോൾ വാൽവ് എന്ന് പറയാം. ഇപ്പൊ നിങ്ങളുടെ ഒരു എന്താണ് ഇതിലേക്ക് ചെല്ലുന്ന ആക്ച്വേറ്ററിലേക്കൊക്കെ ചെല്ലുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു ക്വാണ്ടിറ്റി ഇപ്പൊ ഒരു 5 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണെന്ന് വിചാരിക്കും, ഒരു 5 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. ഇതാണ് അവിടുത്തെ വോളിയം ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇയാൾ എനിക്ക് കുറയ്ക്കണം എന്ന് വിചാരിക്കുക, ഒരു 3 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണെന്ന് ആക്കണം എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ ഫ്ലോയെ ഞാൻ അവിടെ കൺട്രോൾ ചെയ്തു. ഓക്കെ, ഡിസ്ചാർജിനെ അല്ലെങ്കിൽ വോളിയം ഫ്ലോ റേറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വാൽവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്ലോ കൺട്രോൾ വാൽവ് എന്ന് പറയുന്നത്. ദെൻ കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, ഫ്ലോ തുടങ്ങാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്ലോ കംപ്ലീറ്റ്ലി മുഴുവൻ നമ്മൾ ഈ വാൽവിനെ മുഴുവനായിട്ടും അടച്ചു വെച്ചിട്ട് ഫ്ലോയിൽ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് അവിടെ റെഗുലേറ്റ് ചെയ്യാം. റെഗുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ പറഞ്ഞില്ലേ, 5നെ 3 ആക്കുക, 3നെ 2 ആക്കുക, 3നെ 4 ആക്കുക, ഇതൊക്കെയാണ് റെഗുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 സാധ്യതകളാണ് ആർക്കുള്ളത്, ഒരു ഫ്ലോ കൺട്രോൾ വാൽവ് എന്നുള്ളത്. ഒന്നുകിൽ ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലോ സ്റ്റോപ്പ് ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഡിസ്ചാർജിലേക്ക് അതിനെ കുറയ്ക്കാം അല്ലെങ്കിൽ കൂട്ടാം. ഓക്കെ, ദെൻ ഈ പറയുന്ന വാൽവിനെ ഫ്ലോ കൺട്രോൾ വാൽവിനെ നമുക്ക് ഒരു 5 എണ്ണമായിട്ട് നമുക്ക് അവിടെ ക്ലാസിഫൈ ചെയ്യാം. 5 ടൈപ്പാണ് നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ഒന്നാണ് പ്ലഗ് ഓർ ബോൾ വാൽവ്. ബോൾ വാൽവ് എന്നുള്ള പേരായിരിക്കും കോമൺ ആയിട്ട് നമ്മൾ കേട്ടിരിക്കുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് പ്ലഗ് വാൽവ് എന്നും കൂടി ഓർത്തിരിക്കുക. ദെൻ ബട്ടർഫ്ലൈ വാൽവ്, ഗ്ലോബ് വാൽവ്, ഗേറ്റ് വാൽവ്. നോൺ റിട്ടേൺ വാൽവ് ഓൾറെഡി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് ഇനി നമ്മൾ പറയുന്നില്ല. നമ്മൾ ചെക്ക് വാൽവ്, ആ പേര് ഓർക്കുന്നുണ്ടോ, ചെക്ക് വാൽവ്,
നോൺ റിട്ടേൺ വാൽവ്, ഒരു പേര് കൂടി ഉണ്ടായേക്ക്, റിഫ്ലക്സ് വാൽവ്. റിഫ്ലക്സ് വാൽവ് അധികം കേൾക്കാത്ത ഒരു പേരാണ്, പക്ഷെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ പറഞ്ഞ ലെക്ചർ പോളിയോ അല്ലെങ്കിൽ അങ്ങനത്തെ എക്സാമുകൾക്കല്ല, അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൽ കണ്ടിട്ടുള്ള പേരാണ് എന്ത്, റിഫ്ലക്സ് വാൽവ് എന്നുള്ള പേര്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ആദ്യം പഠിക്കണം നോൺ റിട്ടേൺ വാൽവ് ഓൾറെഡി കഴിഞ്ഞതാണ്. ബോൾ വാൽവ്, ബട്ടർഫ്ലൈ, ഗ്ലോബ്, ഗേറ്റ്, ഈ 4 പേരെയും കൂടിയാണ് നമുക്കിനി പഠിക്കാനായിട്ട് പെൻഡിങ് ഉള്ളത്. നോക്കാം, ജസ്റ്റ് തിയറിയാണ്. അപ്പൊ ഒരു ഫ്ലോ കൺട്രോൾ വാൽവിന്റെ സിമ്പിൾ കണ്ടോ, ഒരു ഫ്ലോ കൺട്രോൾ വാൽവിന്റെ സിമ്പിൾ ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ പഠിക്കണം. ഒന്നാമത്തെ ആളാണ് ബോൾ വാൽവ് എന്ന് പറയുന്ന ആള്. ബോൾ വാൽവ് ഇത് വായിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ഫിഗർ നോക്കിയേ. നമ്മുടെയൊക്കെ കോമൺ ആയിട്ട് നമ്മളുടെ വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റെഗുലേറ്റിംഗ് വാൽവ്, അല്ലെ, ടാങ്കിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരുമ്പോൾ നമ്മൾ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാൽവ് ഉണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ബോൾ വാൽവ് എന്നുള്ള ടൈം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബോൾ വാൽവാന്റെ ഫിഗർ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ ഈ ഒരു അനിമേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എന്താ കാണുന്നത്, ബോൾ വാൽവ് എന്ന് പറയുമ്പോൾ ഒരു സ്ഫെരിക്കൽ ഷേപ്പിലുള്ള ഒരാളുണ്ട്, അല്ലെ. ബോൾ വാൽവ് എന്ന് പറയുമ്പോൾ ഒരു സ്ഫെരിക്കൽ ഷേപ്പിലുള്ള ആളുണ്ട്. എന്താണ് ഒരു സ്ഫെരിക്കൽ ഷേപ്പിലുള്ള ആളുടെ പ്രത്യേകത? അയാൾ ഒരു ഹോളോ ആണ്, അല്ലെ. എന്ന് വെച്ചാല് അകം പൊള്ളയുമാണ്, അതുപോലെ തന്നെ ഓപ്പൺ ആണ്, അല്ലെ. അല്ല, 2 സർഫസും എന്താണ് വേണമെങ്കിൽ ഓപ്പൺ ആണെന്ന് എനിക്ക് അവിടെ പറയാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് കടന്നു വരുന്ന ആള് അപ്പുറത്തെ ഭാഗത്തേക്ക് കടന്നു പോകാനും പറ്റും, അവിടെ ഒരു പ്രത്യേക പൊസിഷനിൽ, ശരിയല്ലേ. ഫ്ലോ കടന്നു വരുന്നതിന് ഫേസ് ആയിട്ട് ഈ പറയുന്ന ഓപ്പണിങ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പറയുന്ന ആള് ഒഴുകി അങ്ങോട്ട് പോകും. ഇനി ഈ ലിവർ തിരിച്ചിട്ട് നമ്മൾ ഇയാളെ എന്താണ് ഒരു 90 ഡിഗ്രി തിരിച്ചാൽ, 90 തിരിച്ചാൽ പോരെ, 90 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ എന്താണ് ഒരു സ്റ്റോപ്പ് കണ്ടീഷനാണ്, അല്ലെങ്കിൽ അവിടെ എന്താണ് ഫ്ലോയെ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന എന്നൊരു അവസ്ഥ വരും. അതുപോലെ 90 ഡിഗ്രി തിരിക്കുന്നില്ല, കുറച്ചാണ് തിരിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും, അവിടെ കുറച്ചൊരു പോർഷൻ അവിടെ തടസ്സപ്പെടും. അപ്പൊ എന്ത് ചെയ്യും, ഫ്ലോ റെഗുലേറ്റ് ചെയ്യപ്പെടും, അതായത് ഫ്ലോ റേറ്റ് അവിടെ കുറയും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ കംപ്ലീറ്റ് ഫ്ലോയെ സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അവിടെ കൊടുക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇയാളുടെ ഫ്ലോ നമുക്ക് ഇവിടെ റെഗുലേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാം, ബോൾ വാൽവ് എന്ന് പറയുന്ന ആളെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഫോം ഓഫ് ക്വാർട്ടർ ടേൺ വാൽവ്. ക്വാർട്ടർ എന്ന് വെച്ചാൽ എന്താ, 90 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ ഇയാൾ ഓക്കെയാണ്. 90 ഡിഗ്രി ഒരുപാട് തവണയിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, തിരിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലാന്ന്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് ഓപ്പൺ ആക്കാനും കംപ്ലീറ്റ് ക്ലോസ് ചെയ്യാനും 90 ഡിഗ്രി തിരിക്കേണ്ട ആവശ്യമേ ഇവിടെ വരുന്നുള്ളൂ. അപ്പൊ വിച്ച് യൂസസ് എ ഹോളോ പെർഫറേറ്റഡ് ആൻഡ് പിവറ്റിംഗ് ബോൾ. അകത്തൊരു ബോൾ ഉണ്ട്, ഹോളോ ആണ്, പെർഫറേറ്റഡ് ആണെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ബാക്കിയൊക്കെ എന്താണ്, കഥകളാണ്. സ്ഫെറിക്കൽ സെന്റർ ഉണ്ട്, കൺട്രോൾസ് ദ ഫ്ലോ ത്രൂ ഇറ്റ്. ദെൻ സ്യൂട്ടബിൾ ഫോർ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഹൈ പ്രഷർ ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻസിൽ ബോൾ വാൽവുകൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ദെൻ എക്സ്ട്രാ ഒരു പോയിന്റ് എന്ന് പറയാനായിട്ട്, ഇവിടെ ഇയാൾ ഡ്യൂറബിൾ ആണ്, റിലയബിൾ ആണ്, ക്ലോസിംഗ് സെക്യൂർലി ആഫ്റ്റർ ലോങ് പീരീഡ് ഓഫ് ഡിസ്യൂസ്. ശ്രദ്ധിക്കാട്ടോ, അതായത് ഒരുപാട് കാലത്തേക്ക് നമ്മൾ ഇയാളെ ഉപയോഗിച്ചില്ലെങ്കിലും, ഒരുപാട് കാലത്ത് സാധാരണ രീതിയിൽ ഒരു സാധനം നമ്മൾ ഒരുപാട് കാലത്തേക്ക് ഉപയോഗിച്ചില്ലെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ എന്താണ്, അയാളെ തിരിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ആർക്ക് വരാറില്ല പൊതുവെ, കമ്പാരിറ്റീവ്ലി ഈ ബോൾ വാൽവ് എന്ന് പറയുന്ന ആൾക്ക് വരാറില്ല. കുറെ നാൾ നമ്മൾ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാലും പിന്നീട് നമ്മൾ അയാൾ ഉപയോഗിക്കുമ്പോഴും വലിയ എന്താണ് പ്രശ്നങ്ങളില്ലാതെ സ്മൂത്ത് ആയിട്ട് ആൾക്ക് എന്ത് ചെയ്യാം, അയാളെ തിരിക്കാനായിട്ട് പറ്റും. ഓക്കെ, ദെൻ അടുത്തതാണ് ബട്ടർഫ്ലൈ വാൽവ്. ശ്രദ്ധിക്കുക, അപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ ഓർത്തു വെക്കാട്ടോ, ബോൾ വാൽവ് എന്ന് പറയുമ്പോൾ അയാളെ കൊണ്ട് 3 കാര്യങ്ങൾ പറ്റും. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? ഫ്ലോ സ്റ്റാർട്ട് ചെയ്യാനും, ഫ്ലോ സ്റ്റോപ്പ് ചെയ്യാനും, ഫ്ലോ റെഗുലേറ്റ് ചെയ്യാനും പറ്റും. ഈ 4 എണ്ണത്തിൽ നമ്മൾ 4 കൺട്രോൾ വാൽവുകളാണല്ലോ പഠിക്കാൻ പോകുന്നത്. ആ 4 എണ്ണത്തിൽ ഒരാൾക്ക് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് കേട്ടോ, ബോൾ വാൽവിന് 3 പറ്റുമെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ബട്ടർഫ്ലൈ വാൽവിന് 3 കാര്യങ്ങൾ പറ്റും. ബട്ടർഫ്ലൈ വാൽവിന് എന്ത് പറ്റും, സ്റ്റോപ്പ് ചെയ്യാനും, ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യാനും, ദെൻ സ്റ്റാർട്ട് ചെയ്യാനും. ഫ്ലോയെ സ്റ്റാർട്ട് ചെയ്യാനും ആരെ കൊണ്ട് പറ്റും, ബട്ടർഫ്ലൈ വാൽവിനെ കൊണ്ട് പറ്റും. എന്താണ് ഈ ബട്ടർഫ്ലൈ വാൽവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ എന്താണ്, ഒരു ലിവർ മെക്കാനിസം തന്നെയാണ് ഇവിടെയും ഉള്ളത്, വാൽവിനെ ആക്ച്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ. ദെൻ ആ സ്ഫിയർ എന്ന് പറയുന്ന ആൾക്ക് പകരം ഒരു ഡിസ്ക് ആണ്. സ്ഫിയർ എന്ന് പറയുന്ന ആൾക്ക് പകരം ഇവിടെ ഒരു ഡിസ്ക് ആണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും ഇയാളുടെ ഓപ്പറേഷൻ? ആ സ്ഫിയർ തിരിഞ്ഞ പോലെ തന്നെ ഒരു 90 ഡിഗ്രി തിരിച്ചാൽ, ഇതിപ്പോ കംപ്ലീറ്റ് ക്ലോസ് ആണ്, എന്ത് ചെയ്തു, ഞാൻ അതിനെ 90 ഡിഗ്രി തിരിച്ചാൽ അയാൾ കംപ്ലീറ്റ്ലി ഓപ്പൺ ആവും. ആ ഡിസ്കിന്റെ 2 വശത്ത് കൂടിയും ഫ്ലോ നടക്കും. ഓക്കെ, 90 ഡിഗ്രി തിരിച്ചാൽ പോരെ, 90 ഡിഗ്രി തിരിക്കുമ്പോൾ തന്നെ എന്താണ്, അയാളുടെ മാക്സിമം ഓപ്പൺ പൊസിഷനിലേക്ക് എത്തും. അടുത്ത 90 തിരിച്ചാല് പരമാവധി കംപ്ലീറ്റ് സ്റ്റോപ്പ് പൊസിഷനിലേക്കും എത്തും. ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ആംഗിളിൽ നിർത്തിയാൽ എനിക്ക് എന്ത് ചെയ്യാം, അയാളുടെ ഫ്ലോയെ എനിക്ക് അവിടെ റെഗുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാം.
ഇതാണൊരു ബട്ടർഫ്ലൈ വാൽവ്. ഇനി എക്സ്ട്രാ എന്തെങ്കിലും ഇയാൾക്ക് ഒരു പ്രത്യേകത ഉണ്ടോ എന്നുള്ളത് നോക്കിയേ. ദേ ആർ ലോവർ ഇൻ കോസ്റ്റ് ടു അതർ വാൽവ് ഡിസൈൻ. അത് മറ്റു വാൽവുകൾ ഉപയോഗിച്ചിട്ട് ഇയാളുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ എന്ത് പറയാം? അയാളുടെ കോസ്റ്റ് കുറവാണെന്ന് പറയാം, ചെലവ് കുറവാണെന്ന് നമുക്ക് പറയാം. ദെൻ ബോൾ വാൽവ് പോലെ തന്നെ ബട്ടർഫ്ലൈ വാൽവും ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. കാരണം ഒരുപാട് തവണ ഇയാളിപ്പോ കംപ്ലീറ്റ് ഓപ്പൺ ആക്കാനും കംപ്ലീറ്റ് ക്ലോസ് ആക്കാനും ഒരുപാട് തവണയായിട്ട് തിരിക്കണ്ട അല്ലെ. ആകെ 90 ഡിഗ്രി തിരിക്കുമ്പോൾ അവിടെ കംപ്ലീറ്റ് കാര്യങ്ങൾ തീരുമാനമാവണം. ഒന്നുകിൽ കംപ്ലീറ്റ് ഓപ്പൺ അല്ലെങ്കിൽ കംപ്ലീറ്റ് ക്ലോസ്. അതുകൊണ്ട് തന്നെ ഇയാൾ എന്താണ്, ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനും ഒക്കെ വളരെ ഈസിയാണ്. ദെൻ അടുത്ത ആളാണ് ഗ്ലോബ് വാൽവ്. ശ്രദ്ധിക്കുക, അടുത്ത ആളാണ് നമ്മളുടെ ബോൾ വാൽവ് കണ്ടു കഴിഞ്ഞു, ബട്ടർഫ്ലൈ വാൽവ് കഴിഞ്ഞു. മൂന്നാമത്തെ ആളാണ് ഗ്ലോബ് വാൽവ് എന്ന് പറയുന്ന ആള്. അപ്പൊ ഈ ഗ്ലോബ് വാൽവിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ തൊട്ട് മുമ്പത്തെ 2 ഫിഗറിലും ഫ്ലോ കൺട്രോൾ ചെയ്യുമ്പോൾ ഈ ആ ഒരു എലമെന്റ് ഉണ്ടല്ലോ, കൺട്രോൾ ചെയ്യുന്ന എലമെന്റ്, ഇപ്പൊ ഇവിടെ ഡിസ്ക് ആണ്. തൊട്ട് മുമ്പത്തെ ബോൾ വാൽവ് ആണെങ്കിൽ ഒരു ബോൾ ഷേപ്പ്, ഒരു സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ആളാണ്. അവർക്കൊക്കെ ഒരു റൊട്ടേഷൻ ആണ് കിട്ടിയിരുന്നത് അല്ലെ. ഒരു ആ ഒരു എന്താണ് ഫ്ലോ കൺട്രോൾ ചെയ്യുന്ന എലമെന്റിന്റെ ഒരു റൊട്ടേഷണൽ മോഷൻ കൊണ്ടാണ് ഫ്ലോ അവിടെ തീരുമാനമാവുന്നത്. ഫ്ലോ പോകണോ പോകണ്ടേ റെഗുലേറ്റ് ചെയ്യണോ എന്നുള്ളത് ഒരു റോട്ടറി മോഷൻ ആയിരുന്നു അവിടെ കിട്ടിയ ഒരു പാർഷ്യലി റോട്ടർ. 360 ഡിഗ്രി തിരിയല്ല, 90 ഡിഗ്രി തിരിയുന്നുണ്ടല്ലോ. അങ്ങനെ 90 ഡിഗ്രി തിരിഞ്ഞൊരു പാർഷ്യൽ റോട്ടറി മോഷൻ വഴിയാണ് അവിടെ ഫ്ലോ കൺട്രോൾ ചെയ്യപ്പെട്ടതെങ്കിൽ ഒരു ലീനിയർ മോഷൻ വഴി, വാൽവിന്റെ ലീനിയർ മോഷൻ വഴി ഫ്ലോ കൺട്രോൾ ചെയ്യപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? അത് ഗ്ലോബ് വാൽവ് ആണെന്ന് എനിക്ക് പറയാം. ഗ്ലോബ് വാൽവ്. അപ്പൊ ഗ്ലോബ് വാൽവിന്റെ ഒരു ഓപ്പറേഷൻ നമുക്ക് നോക്കാം. ഇതാണ്ട് ഒരു ഗ്ലോബ് വാൽവ്. ഇവിടെ നമുക്ക് ഒരു ഇത് കാണാം, ഒരു എന്താ നമുക്ക് തിരിക്കാനായിട്ട് ഒരു സാധനം കാണാം. അപ്പൊ തിരിക്കുമ്പോൾ എന്താ പറ്റുന്നത്? ഈ വാൽവ് മുകളിലേക്ക് പൊങ്ങുകയാണല്ലേ. ഈ വാൽവ് എന്ന് പറയുന്ന മുകളിലേക്ക് പൊങ്ങുകയാണ്, ലീനിയർ മോഷൻ ആണ്. അപ്പൊ അവിടെ ഒരു ഓപ്പണിംഗ് വരും. എന്ത് ചെയ്യുന്നു? ഈ ഭാഗത്ത് നിന്നും റൈറ്റ് സൈഡിലെ ഭാഗത്തേക്ക് ഫ്ലോ അവിടെ ഒഴുകും, അല്ലെങ്കിൽ ഒഴുകും. വീണ്ടും തിരിച്ചു കറക്കുമ്പോൾ ഇയാൾ എന്താണ്, നേരെ താഴേക്ക് വരും. അപ്പൊ വാൽവ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഇയാൾ നമ്മൾ തിരിക്കുന്നുണ്ട്, ഓക്കെ. പക്ഷെ വാൽവ് എന്ന് പറയുന്നത് ഈ സീറ്റിൽ നിന്നും ഇയാൾ എന്താണ്, ലീനിയർ മോഷൻ ആണ്. മുകളിലേക്ക് പൊങ്ങുമ്പോൾ ഇവിടെ ഫ്ലോ നടക്കുന്നു, വീണ്ടും താഴേക്ക് കംപ്ലീറ്റ് വന്നിരിക്കുമ്പോൾ ഫ്ലോ നിൽക്കുന്നു. അല്ലെങ്കിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? ഫ്ലോയുടെ നമുക്ക് ഒരു എന്താണ് ഡിസ്ചാർജ് എന്ന് പറയുന്നാൽ അവിടെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ മനസ്സിലാക്കുക, വാൽവിന്റെ ലീനിയർ മോഷൻ കൊണ്ട് ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യുന്നത് ഏതിലാണ്? ബട്ടർഫ്ലൈ ആണോ, ബോൾ വാൽവ് ആണോ, ഗ്ലോബ് വാൽവ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? അത് ഗ്ലോബ് വാൽവിനാണെന്ന് പറയാം. ഓക്കെ, ഇവിടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഇപ്പൊ ഇവിടുത്തെ ഒരു പ്രത്യേക കണ്ടില്ലേ? അതായത് നേരത്തെ 90 ഡിഗ്രി അല്ലെ, അതായത് ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനും 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്ര തിരിക്കേണ്ടത് നോക്കിയേ. ഇവിടെ നമ്മുടെ വീല് കണ്ടോ, ഈ വീൽ എന്ന് പറയുന്ന നോക്കിയേ എത്ര ഡിഗ്രി തിരിക്കണ്ട്. ഒരുപാട് തവണ നമ്മൾ 3ഓ 4ഓ തവണ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് തിരിച്ചാലാണ് അത് കംപ്ലീറ്റ് ഓപ്പൺ ആവുന്നുള്ളൂ. വീണ്ടും 3ഓ 4ഓ തവണ തിരിച്ചു കറക്കിയാലാണത് ഇയാൾ കംപ്ലീറ്റ് ക്ലോസ് ആവുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ടൈം എടുക്കും. കംപ്ലീറ്റ് ഓപ്പൺ ആക്കാനും കംപ്ലീറ്റ് ക്ലോസ് ആക്കാനും ഗ്ലോബ് വാൽവ് ഇത്തിരി ബുദ്ധിമുട്ടാണ് കമ്പാരിറ്റീവ്ലി. കാരണം എന്താണ് നോക്കിയേ, ദ സ്റ്റെം ഈസ് ടേൺഡ് ബൈ എ ഹാൻഡ് വീൽ. ഇതാണ് വാൽവിന്റെ സ്റ്റെം എന്ന് പറയുന്നത്. ഈ വാൽവ് സ്റ്റെമ്മിനെ താഴേക്ക് മുകളിലേക്കും ആക്കണമെങ്കിൽ ഈ ഹാൻഡ് വീൽ എന്ന് പറയുന്ന തിരിക്കണം. 3ഓ 4ഓ തവണ തിരിച്ചാലാണ് എന്ത് ചെയ്യുള്ളൂ, അയാൾ കംപ്ലീറ്റ്ലി ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ്ഡ് പൊസിഷനിലേക്ക് വരുവുള്ളൂ. ഇനി ഇയാള് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഓർത്തിരിക്കുക. കോമൺലി യൂസ്ഡ് ഫോർ കൊറോസീവ് ഓർ തിക്ക് വിസ്കസ് ഫ്ലൂയിഡ്. വിസ്കോസിറ്റി കൂടിയ, കട്ടി കൂടിയ, ഒഴുകാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഫ്ലൂയിഡുകളെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളാണിത് ഗ്ലോബ് വാൽവ് എന്ന് പറയുന്ന ആള്. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ ആണ് ഗേറ്റ് വാൽവ്. പ്രത്യേകം ശ്രദ്ധിക്കാട്ടോ, 3 പേരിൽ നിന്നും ഇയാളുടെ ഏറ്റവും വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. റെഗുലേറ്റിംഗ് ദ ഫ്ലോ ബട്ട് ഓൺലി ഫുൾ ഫ്ലോ ഓർ നോ ഫ്ലോ കണ്ടീഷൻ. അല്ലെങ്കിൽ ഒന്നെന്താണ്, ഒന്നുകിൽ കംപ്ലീറ്റ് ഓപ്പൺ ആയിരിക്കും അല്ലെങ്കിൽ കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയിരിക്കും. അതല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 5 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിനെ 3 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആക്കുക, അല്ലെങ്കിൽ നേരെ തിരിച്ച് 3നെ 5 ആക്കുക, അങ്ങനെ ഒരു റെഗുലേഷൻ അല്ല. വെട്ടൊന്ന് മുറി 2 അങ്ങനെയാണ്. എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുകിൽ കംപ്ലീറ്റ് ഓപ്പൺ അല്ലെങ്കിൽ കംപ്ലീറ്റ് ക്ലോസ്. ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുന്ന ആളാണിത് ഈ പറയുന്ന ഗേറ്റ് വാൽവ്, അഥവാ മറ്റൊരു പേരാണ് സ്ലൂയിസ് വാൽവ്. മറ്റൊരു പേരാണ് സ്ലൂയിസ് വാൽവ് എന്ന് പറയുന്ന ആള്. അതായത് ശ്രദ്ധിച്ച, നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓപ്പറേഷൻസ് വിച്ച് റിക്വയർ പാർഷ്യലി ഓപ്പൺ ഓപ്പറേഷൻ. ഈ പാർഷ്യലി ഓപ്പണും ക്ലോസും ആക്കുമ്പോഴാണല്ലോ ഫ്ലോ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ പാർഷ്യലി റെഗുലേറ്റ് ചെയ്യുന്ന ഓപ്പറേഷനിൽ ആരില്ല, ഗേറ്റ് വാൽവിനെ ഉപയോഗിക്കുന്നില്ല. ഒന്നുകിൽ മുഴുവനായിട്ട് ഓപ്പൺ ആക്കി കംപ്ലീറ്റ് ഫ്ലോ അവിടെ നടത്തുക. ഇവിടെ ഈ ചെയ്തിരിക്കുന്ന പോലെ ഇതിപ്പോ കംപ്ലീറ്റ് ക്ലോസ്ഡ് ആണ്. ഈ വാൽവ് എന്ന് പറയുന്ന ഇവിടെ കംപ്ലീറ്റ് ക്ലോസ്ഡ് ആണ്, ഫ്ലോ നടക്കില്ല.
ഈ രണ്ടാമത്തെ ഫിഗറിൽ എന്താണ്, ഇയാൾ കംപ്ലീറ്റ് ഓപ്പൺ ആണ്. ആ സമയത്ത് എന്താണ്, ഇവിടെ കംപ്ലീറ്റ് ഫ്ലോ നടക്കും. അങ്ങനെയുള്ള രണ്ടേ രണ്ട് സാധ്യതകളാണ് എന്ത് നമ്മൾ ഗേറ്റ് വാൽവ് എന്ന് പറയുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ദെൻ അടുത്തയാളുടെ പ്രത്യേകതയാണ് ഗേറ്റ് വാൽവ് പെർമിറ്റ്സ് ദ വാട്ടർ ഫ്ലോ ഇൻ ദി സ്ട്രെയിറ്റ് ലൈൻ. അതായത് സ്ട്രെയിറ്റ് ലൈനിൽ വാട്ടർ ഫ്ലോ നടത്താനായിട്ട് ആര് സഹായിക്കും, ഈ ഗേറ്റ് വാൽവ് എന്ന് പറയുന്ന ആളെ സഹായിക്കും. അതായത് ഇവിടെ വന്ന് കാത്തു നിന്ന് കഴിഞ്ഞാൽ, തുറന്നു കഴിഞ്ഞാൽ നേരെ തന്നെ എന്ത് ചെയ്യും, അയാൾ ഇറങ്ങിപ്പോകുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ഫ്ലോ നടക്കുമെന്ന് പറഞ്ഞാൽ. ഓക്കെ. ദെൻ ഇയാളൊരു ഒരു പാർട്ട്, ഒരു ബോണറ്റ്, ഒരു ബോഡിയിൽ ഒരു പാർട്ടാണ്. ആ പാർട്ടിന്റെ മെറ്റീരിയൽ ചോദിച്ചു കഴിഞ്ഞാൽ പറയാ കാസ്റ്റ് അയൺ ആണ് കേട്ടോ. ഒക്കെ ചില ക്വസ്റ്റ്യനിൽ വരുന്നതുകൊണ്ട് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. അതായത് ഈ പറയുന്ന വാൽവ് സ്റ്റെമ്മും കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ട് വരുന്നതാണ് എല്ലാത്തിനും. അപ്പൊ ഈ ബോണറ്റ് എന്ന് പറയുന്ന ആള് ഈ പറയുന്ന ഗേറ്റ് വാൽവിൽ വരുന്നതാണെന്നും ആ ബോണറ്റിന്റെ മെറ്റീരിയല് കാസ്റ്റ് അയൺ ആണെന്നും ഒന്ന് ഓർത്തിരിക്കും. ഓക്കെ. അപ്പൊ ഇവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റുകൾ എന്തൊക്കെയാണ്, ഗേറ്റ് വാൽവ് എന്ന് പറയുന്ന ആളുടെ മറ്റൊരു പേരാണ് സ്ലൂയിസ് വാൽവ്. ഇവിടെ രണ്ടേ രണ്ട് സാധ്യതയുള്ളൂ. ഒന്നുകിൽ കംപ്ലീറ്റ് ഓപ്പൺ അല്ലെങ്കിൽ കംപ്ലീറ്റ് ക്ലോസ്. പാർഷ്യൽ ഓപ്പൺ അല്ലെങ്കിൽ പാർഷ്യൽ കൺട്രോളിംഗ് എന്ന് പറയുന്ന പരിപാടി ഇവിടെ ഇല്ല. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഈ പറയുന്ന ഗേറ്റ് വാൽവിനെ ഉപയോഗിക്കുന്നില്ല. തൊട്ട് മുമ്പ് പറഞ്ഞ ഏതെങ്കിലും ഒരു വാൽവ് ആയിരിക്കും നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ. ജസ്റ്റ് ഒരു അനിമേഷൻ കാണിച്ചാണ് കേട്ടോ. ഇവിടുന്ന് ഫ്ലോ വരുന്നു, കംപ്ലീറ്റ് ഓപ്പൺ ആക്കി ആള് നേരെ ഇറങ്ങിപ്പോകും. ഫ്ലോ വരുന്നു, കംപ്ലീറ്റ് ഓപ്പൺ ആക്കുന്നു, അതിലെ ഇറങ്ങിപ്പോകും. ഓക്കെ.